பரிசுத்த நாமத்திற்கு மகிமை உண்டாவதாக. தெய்வத்தின் பரிசுத்த நாமம் மகிமைப்படுமாறாகட்டும். இந்த இரண்டாம் நாளிலேயும் கூட இந்த விசேஷமான கூட்டத்திற்கு வந்திருக்கிற உங்கள் யாவரையும் இருந்தவரும் இருக்கிறவரும் வருகிறவருமாகிய இயேசுவின் நாமத்தில் உங்களை ஒன்று கூட வாழ்த்தி வரவேற்கிறோம். ഈ രണ്ടാം നാൾ കൂടി വരുവനും വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും വന്നവനും ഉള്ളവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നല്ല നാമത്തിൽ ഞങ്ങളുടെ സ്നേഹമെന്ന് ഞങ്ങളെ അറിയിക്കുന്നു. கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாவதாக. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. இந்த வேளையிலேயும் கூட கர்த்தர் நம்மோடு கூட பேசும்படியாக நாம் எல்லாரும் கரங்களை உயர்த்தி നന്ദിയോട് കർത്തരെ സ്തോത്രം பண்ணுவோம். ഈ സന്ധ്യാകാലവും കർത്താവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாவதாக. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. நாம் எந்த மனுஷனையும் பிரகாசிக்க செய்கிற மெய்யான ஒளியாய் இருக்கிற தேவனை குறித்துள்ள சாட்சியை நாம் கேட்டோம். ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യദൈവത്തിന്റെ മഹത്വപ്പെടുത്തുന്ന ഒരു നല്ല സാക്ഷി കേൾക്കുവാനിടയായി. ഉണ്മയാகவே நம்முடைய தேவன் எந்த மனுஷனையும் பிரகாசிக்க செய்கிறவராய் இருக்கிறார். സത്യമായി നമ്മുടെ കർത്താവ് ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ഒരുവനാണ്. இன்றைக்கும் யோசுவாவின் புஸ்தகம் 10ஆம் அதிகாரம் 12ஆம் வசனத்திலிருந்து 14ஆம் வசனம் வரைக்கும் நாம் வாசிக்க கேட்கலாம். യോശുവയുടെ പുസ്തകം 10ആം അധ്യായം 12ആം വസനം 12 തുടങ്ങി 14ആം വാക്യം വരെ വായി. എന്നാൽ യഹോവ അമ്മോന്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ച് ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. இப்படி கர்த்தர் ஒரு மனிதனுடைய சொல் கேட்ட அந்நாளையொத்த நாள் அதற்கு முன்னும் இல்லை அதற்கு பின்னும் இல்லை. கர்த்தர் இஸ்ரவேலுக்காக யுத்தம் பண்ணினார். கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாவதாக. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. இதற்கு ஒத்த நாள் இதற்கு முன்னாகவும் இல்லை இதற்கு பின்னாகவும் இல்லை. ആ ദിവസം പോലെ ഒരു ദിവസം ഇതിനു മുൻപും ഇതിന് പിൻപും വന്നിട്ടില്ല. கர்த்தர் அப்படி இஸ்ரவேலுக்காக யுத்தம் பண்ணின ஒரு விசேஷித்த நாள். ഇത് ഇസ്രായേൽ ജനത്തിനായി ദൈവം യുദ്ധം ചെയ്ത ഒരു വിശേഷിക്കപ്പെട്ട പല വിധങ്ങളിലെ ദൈവം തന്റെ ജനത്തിற்கு യുദ്ധം பண்ணியிருக்கிறார். പല വിധത്തിൽ കർത്താവ് തന്റെ ജനത്തിനായി യുദ്ധം ചെയ്തിട്ടുണ്ട്. ஆனால் இப்படிப்பட்ட ஒரு விசேஷமான நாள் இதற்கு முன்னதாகவும் பின்னதாகவும் இல்லை. എന്നാൽ ഇങ്ങനെ ഇത്രത്തോളം മഹത്വമേറിയ ഒരു ദിവസം ഇതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. இஸ்ரவேல் ஜனங்கள் மத்தியிலே அவர்கள் தங்களுடைய பிரயாணத்தில் வரும்போது பலவிதமான யுத்தங்களை சந்தித்தார்கள். ഇസ്രായേൽ ജനം തന്റെ യാത്രയിൽ പലവിധത്തിലുള്ളതായ യുദ്ധങ്ങൾ അവർ സന്ദർശിക്കുവാനിടയായി. மனித வாழ்க்கையானது பல யுத்தங்களோடு சேர்ந்த ஒரு வாழ்க்கையாக இருக்கிறது. മനുഷ്യ ജീവിതവും പല യുദ്ധങ്ങൾ നിറഞ്ഞതായ ഒരു ജീവിതമാണ്. சமாதானமாக இளைப்பாறுதலாக தேறுதலாக இருந்த மனுஷனுடைய வாழ்க்கை ஏதேன் தோட்டத்திலே பாவத்துக்கு உட்பட்ட போது ஒரு யுத்தம் நிறைந்ததாக ഒരു പോരാട്ടം നിറഞ്ഞதாக മാറിവിട്ടത്. സമാധാനവും നന്മയും നീതിയും നിറഞ്ഞതായ ഏതേൻ തോട്ടത്തിൽ ഒരു ജീവിതം പിന്നീടുള്ളതായ അനുഭവത്തിൽ ഒരു യുദ്ധം നിറഞ്ഞതായ ഒരു ജീവിതമായി മാറി. ஆனால் பல விதங்களிலே அந்த யுத்தங்களிலே தேவன் தம்முடைய ஜனத்துக்கு ஜெயம் கொடுத்தார். എന്നാൽ ദൈവം പലതരത്തിൽ തന്റെ യുദ്ധത്തിൽ ദൈവം ജയം നൽകി കൊടുത്തു. இஸ்ரவேல் ஜனங்களுடைய பிரயாணங்களிலும் கூட அவருடைய வாழ்க்கையிலே அவர்கள் பல யுத்தங்களை சந்தித்தார்கள். ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ പോലും പല യുദ്ധങ്ങൾ അവർ സന്ദർശിക്കേണ്ടി വന്നു. அவர்கள் சந்தித்த யுத்தங்களிலே அவர்கள் யோசுவா அந்த ஆயி பட்டணத்தையும் அந்த பயங்கரமான அவரிடத்துல போராடி கொண்டிருந்த அந்த எரிகோவின் ராஜாக்களையும் அவன் அழித்து விட்டான். ഹായി പട്ടണത്തെയും എരിഹോവിന്റെ രാജാക്കന്മാരെയും യോശുവ തന്റേതായ ജീവിതാനുഭവത്തിൽ ജയിച്ചതിനെ കാണുന്നു. இப்படி அழித்து விட்ட போது அதை கேள்விப்பட்ட மற்ற ராஜாக்கள் எல்லாம் கூட்டம் கூடி விரோதமாக வந்தார்கள். ഇങ്ങനെ ജയിച്ചതായ യുദ്ധം പ്രതി മറ്റു രാജാക്കന്മാരൊക്കെയും കൂട്ടത്തോടെ വീണ്ടും യുദ്ധത്തിനായി വന്നു. நம்முடைய ஆண்டவர் தம்முடைய ஜனத்திற்காக யுத்தம் பண்ணி ஜெயம் கொடுக்கக்கூடிய தேவன். നമ്മുടെ കർത്താവോ തന്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ജയം നൽകുന്നൊരു. அவர் போராடுகிற ஒரு வல்லமையை மட்டும் அழிக்கிறவர் அல்ல, கூண்டோடு அழிக்கிறவராக இருக்கிறார். നമ്മുടെ കർത്താവ് ഒരു യുദ്ധത്തിന് മുൻപിൽ ഒരു പോരാട്ടത്തെ ഒരു പ്രശ്നത്തെ മാത്രമല്ല സകല പ്രശ്നങ്ങൾക്കും യുദ്ധത്തെയും അവൻ ജയം നൽകുന്നവനാണ്. இன்றைக்கும் இதற்கு ஒத்த நாள் இதற்கு முன்னாகவும் இல்லை
பின்னாகவும் இல்லை. உங்கள் தேவ ஜனத்திற்கு விரோதமாய் கூட்டம் கொடுக்கிற சகல சக்திகளையும் ஒன்றாக அழிக்கும்படியாக ஆண்டவர் இந்த இடத்துல வந்திருக்கிறார். നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദൈവം ചെയ്യുവാനുള്ള ഒരു ജയത്തിന് വേണ്ടി ഇന്ന് പോലുള്ള ഒരു ദിവസം ഇതിനു മുൻപും ഇനി മേലും വന്നിട്ടില്ല എന്ന് അറിയുവാനത്രേ. அப்படிப்பட்ட ஒரு பெரிய ஜெயத்தை தேவன் இன்றைக்கு கொடுக்க போகிறார் என்ற விசுவாசம் உள்ளவர்கள் எல்லாரும் தேவனை மகிமைப்படுத்தும்படியாக ஒரு அல்லேலூயா சொல்லுவோமாக. അങ്ങനെയുള്ളതായ ഒരു ജയം കർത്താവ് നമുക്ക് നൽകി തരുമെന്ന വിശ്വാസമുള്ളവർ ശബ്ദമായ ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ഹല്ലേലൂയ. கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாவதாக. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടും. இஸ்ரவேல் ஜனங்களுடைய வாழ்க்கையிலே வந்த யுத்தங்களில் ஆண்டவர் கூண்டோடு அழித்த பல சந்தர்ப்பங்கள் உண்டு. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ വന്ന പല യുദ്ധങ്ങളെയും മൊത്തത്തിലായി പൂർണ്ണമായി തകർത്തത് നമുക്ക് കാണുവാൻ കഴിയും. பார்வோனையும் அவனுடைய சேனையும் ஒன்றாக அங்கள் ஆண்டவர் செங்கடலை அமிழ்த்தி போட்டார். ഫറവോനും അവന്റെ സൈന്യത്തെയും മൊത്തത്തിൽ ചെങ്കടലിൽ അവൻ താഴ്ത്തി കളഞ്ഞു. ஒருவரை அல்ல, இரண்டு பேரை அல்ல, முழுமையாக அழித்து போட்டார். ഒരുവനെയോ രണ്ടുപേരെയോ അല്ല, മൊത്തത്തിൽ പൂർണ്ണമായി അവരെ ചെങ്കടലിൽ താഴ്ത്തി. அவர்கள் தேவனை பரியாசம் பண்ணினார்கள், தேவ ஜனத்தை பரியாசம் பண்ணினார்கள். അവർ ദൈവത്തെയും ദൈവജനത്തെയും പരിഹസിച്ചവരാണ്. இந்த தேவன் ஞானமில்லாத தேவன் செங்கடலில் மத்தியிலே கொண்டு போய் விட்டுவிட்டார் என்று பரியாசம் பண்ணினார்கள். ഈ ദൈവത്തിന്റെ ജ്ഞാനമില്ല, ഇവരെ ഇന്ന് ചെങ്കടലിന്റെ നടുക്ക് കൊണ്ടുപോയി വിട്ടല്ലോ എന്ന് പരിഹസിച്ചവരാണ്. ஆனால் மொத்தமாக கூண்டோடு அழிப்பது தேவனுடைய சுத்தம் என்பதை அவர்களால் விளங்கிக் கொள்ள முடியவில்லை. എന്നാൽ ആ ജനത്തെ അവരെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നത് ദൈവത്തിന്റെ ഹിതത്തിനുള്ളതായിരുന്നു എന്ന് അവർ അറിഞ്ഞില്ല. தேவஜனங்களும் கூட இந்த நாட்களில் வருகிற போராட்டங்களை பார்த்து சத்ருவை ஆண்டவர் கூண்டோடு அழிக்க போகிறார் என்ற வெளிப்படுத்தல் இல்லாமல் இருக்கிறார்கள். ദൈവജനത്തിന്റെ ഇടയിലും ശത്രുവിന്റെ ശക്തിയെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നുള്ള ഒരു വെളിപ്പാടച്ചവരായി കാണുവാൻ. அருமையான தேவ ஜனங்களே, இந்த சக்தியை முற்றிலுமாய் அழிக்க அங்கே சூரியனும் சந்திரனும் தரித்து நிற்க வேண்டியதாக இருந்தது. ഈ യുദ്ധത്തിൽ വലിയൊരു ജയം നൽകി തരേണ്ടതിന് സൂര്യനും ചന്ദ്രനും അവിടെ നിൽക്കേണ്ടി വന്നു. சூரியனும் சந்திரனும் தரித்து நிற்காத வரைக்கும் வாழ்க்கையில் ஜெயம் பெற்றுக்கொள்ள முடியாது. സൂര്യനും ചന്ദ്രനും ആ സ്ഥാനത്ത് മാറാതെ നിൽക്കുന്നിടത്തോളം, മാറാതെ നിൽക്കാതിരിക്കുന്നിടത്തോളം ആ യുദ്ധത്തിന് ഒരു അന്തമുണ്ടാകില്ല. மனிதனுடைய வாழ்க்கையிலே சூரியனும் சந்திரனும் அவனுக்காக நின்று கொண்டே இருக்க வேண்டும். ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൂര്യനും ചന്ദ്രനും അവന് വേണ്ടി നിൽക്കുന്നതെന്നായിരിക്കും. அன்றைக்கு எழுத்துக்குரிய ஒரு சூரியன் சந்திரன் நின்று கொண்டு அந்த தேவ ஜனங்களுக்கு ஒரு பெரிய ஜெயத்தை മുന്നും പിന്നും കാണാതെ ഒരു ജയം അവർക്ക് கிடைத்தது. അന്ന് തന്റെ ജനത്തിന് വേണ്ടി മുൻപൊരിക്കലും പിൻപൊരിക്കലും കാണുവാൻ കഴിഞ്ഞിട്ടില്ലാത്തതായ ഒരു വലിയ മഹത്വമേറിയ അനുഭവത്തിൽ സൂര്യനും ചന്ദ്രനും അന്ന് നിൽക്കുവാനിടയായി. அருமையான தேவனுடைய பிள்ளைகளே, இன்றைக்கு அந்த சூரியனை சிருஷ்டித்த தேவனே நீதியின் சூரியனாய், தேவனாகிய கர்த்தரே சூரியனாய் தம்முடைய ஜனத்திற்காக நின்று ജയത്തെ കൊടുക്കുമ്പടിயாக നമ്മുടെ മധ്യയിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ആ മഹത്വമുള്ള ദൈവം തന്നെ ആ മഹത്വമേറിയ സൂര്യനായി, ഒരു നീതിயின் സൂര്യനായി ഒരു ജയം നൽകുവാനായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്നു. 84 சங்கீதம் 11 വചനത്തിൽ വാസിക്കുമ്പോൾ 84 സങ്കീർത്തനത്തിന്റെ 11 വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ദേവനേ സൂര്യനാகவும் കേടകവുமாக இருக்கிறார். നമ്മുടെ ദൈവം തന്നെ സൂര്യനും പരിചയമാകുന്നു. വാസിങ്ങൾ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. தேவனாகிய கர்த்தர் சூரியனும் கேடகமுமானவர். கர்த்தர் கிருபையையும் மகிமையையும் அருளுவார். உத்தமமாய் நடக்கிறவர்களுக்கு நன்மையை வழங்காதிரார். அவர் சூரியனாய் இருந்து நன்மையை வழங்காதிரார். അവൻ സൂര്യനായിരുന്ന് ഒരിക്കലും നന്മയെ തടുത്തു കളയില്ല. நிச்சயமாகவே அன்றைக்கு நின்ற சூரியனை பார்க்கலும் அந்த அதை உருவாக்கின சூரியனாய் இருக்கிற தேவன் நம்முடைய மத்தியிலே நின்று നമുക്ക് ഒരു പെരിയ ജയത്തെ തരപ്പോകുരാർ. സൂര്യനെ സൂര്യനായ കർത്താവ് നമ്മുടെ മധ്യയിൽ നിന്ന് നമുക്കൊരു ജയം നൽകുവാൻ പോകുന്നു. ഇവർ സൂര്യനാக நின்று தம்முடைய ஜனத்திற்கு நன்மையை கொடுக்கிறார். ഇവൻ ദൈവം താൻ സൂര്യനായി നിന്ന് തന്റെ ജനത്തിന് അവൻ നന്മ കൽപ്പിക്കുന്നു. அது മാത്രമല്ല இந்த சூரியனாக அவர் நின்று ஒரு மனிதனுக்கு நன்மையை கொடுக்கிற இம்மைக்குரிய நன்மைகள் மட்டுமல்ல, ഒരു സൂര്യനായി നിന്ന് തന്റെ ജനത്തിന് ഇന്നുള്ളതായ നന്മകൾ മാത്രമല്ല, இந்த சூரியனை தரித்துக் கொள்ளுகிறவர்களுக்கு அவர் நித்திய நன்மையும் கொடுக்கிறார். ഈ സൂര്യനെ അണിയുന്ന ഒരു വ്യക്തിക്ക് നിത്യ നന്മകളും അവൻ നൽകി തരുന്നു. முதலாவது இந்த சூரியனை ஒரு மனிதன் தரிசிக்காவிட்டால் அவனுடைய நிலவரம் என்ன, தரிசிக்கும் போது அவனுக்கு உண்டாகிற நன்மைகள் என்ன என்று நாம் பார்க்க போகிறோம். ഈ സൂര്യനെ ദർശിക്കുന്നത് നിമിത്തവും
ദർശിക്കാത്തത് നിമിത്തമുള്ളതായ വ്യത്യാസം, അതിനാൽ ഉണ്ടാകുന്ന നന്മ എന്തെന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കണം. மனித வாழ்க்கையில் இந்த சூரியனை காணாதவருடைய வாழ்க்கை ഒരു പെരിയ തടുമാറ്റത്തിൻ வாழ்க்கையாக இருக்கிறது. മനുഷ്യന്റെ ജീവിതത്തിൽ ഈ സൂര്യനെ കാണാത്തതായ നാളുകൾ ഒരു തടസ്സത്തിന്റെ നാളുകളായി കാണുവാൻ കഴിയും. അപ്പോസ്തലർ 27-ാം അധികാരത്തിற்கு വേദ പുസ്തകത്തെ തിരുപ്പുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അരുമயான தேவனுடைய ஜனங்களே, அங்கே சூரியனையும் சந்திரனையும் நட்சத்திரங்களையும் காணாத ஒரு பயங்கரமான ஒரு சூழ்நிலை പൗലോട് ഇരുന്നവർക്ക് ഉണ്ടായിട്ട്, പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നവർക്കും സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണുവാൻ കഴിയാത്തൊരു നാളുണ്ടായതിനെ കാണുവാൻ കഴിയുന്നു. അരുമயான தேவஜனங்களே, പ്രിയ ദൈവജനം, அன்றைக்கு அவர்கள் தங்களுடைய வாழ்க்கையில் அந்த அங்கிருந்த പൗലോடைய വാർത്തയ്ക്ക് ചെവി കൊടുക്കാതെപടിയാലേ, അന്നുണ്ടായിരുന്നവർ പൗലോസിന്റെ വാക്കിന് ചെവി കൊടുക്കാതിരുന്നത് കൊണ്ട് പൗലോയെ പാർക്കലും അങ്ങിരുന്ന മാലുമിയുടെ വാർത്തയും அந்த கப்பல் எஜமானுடைய வார்த்தையை நம்பினபடியினாலே, അവിടെ ഉണ്ടായിരുന്ന മാലുമിയുടെയും കപ്പലിന്റെ യജമാനന്റെ വാക്കുകൾക്കും ശ്രദ്ധ കൊടുത്തതുകൊണ്ട് സൂര്യനെ കാണാத ഒരു സൂழ்நிலைக்கு അവർ തള്ളപ്പെട്ടാர்கள். സൂര്യനെ കാണാതിരുന്നതായ ഒരു അനുഭവത്തിലേക്ക് അവർ മാറി. இன்றைக்கும் அநேகர் கர்த்தருடைய வார்த்தையை நம்பாதபடியினால், கர்த்தரை தேடாதபடியினால், கர்த்தருடைய ஊழியருடைய வார்த்தைக்கு செவி கொடுக்காதபடியினால் வாழ்க்கையிலே அவர்கள் സൂര്യനെ കാണാமல் இருக்கிறார்கள். ഇന്നും ദൈവത്തിന്റെ ദൈവത്തിനും വിശുദ്ധന്മാരുടെ വചനങ്ങൾക്കും വാക്കുകൾക്കും ചെവി കൊടുക്കാത്തതുകൊണ്ട് പലരുടെയും ജീവിതം സൂര്യനെ കാണാത്തതായ ഒരു അനുഭവത്തിലായിരിക്കുകയാണ്. അപ്പോസ്തലർ 27-ാം അധ്യായം 20-ാം വചനത്തിൽ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. அநேக நாளாய் சூரியனாவது நட்சத்திரங்களாவது காணப்படாமல் மிகுந்த பெருங்காற்று மழையும் அடித்து கொண்டிருந்தபடியினால் இனி தப்பி பிழைப்போம் என்னும் நம்பிக்கை முழுமையும் அற்று போயிற்று. அருமையான சகோதரனே, சகோதரியே, தப்பி பிழைப்போம் என்ற நம்பிக்கை அற்று உன்னுடைய வாழ்க்கையில் சூரியனை காணாமல் தவித்துக் கொண்டிருந்தாலும், പ്രിയ സഹോദര സഹോദരി, ആശയറ്റ് ഇനി ജീവിതത്തിൽ കടന്നു വരുവാൻ കഴിയില്ല എന്നുള്ളൊരു അനുഭവത്തിൽ നിന്റെ ജീവിതം എന്നെത്തിയിരുന്നാൽ, பெரிய பெருங்காற்று அடித்து உன்னுடைய குடும்பத்தை, உன்னுடைய வாழ்க்கையை உடைத்துக் கொண்டிருந்தாலும், ഒരു കൊടുങ്കാറ്റടിച്ച് നിന്റെ ജീവിതത്തെ ഉലച്ചു കളഞ്ഞാലും, இந்த சூரியனை நீ காணக்கூடிய ஒரு வாய்ப்பு இன்றைக்கு தேவன் உனக்கு தருகிறார். ഇന്ന് ആ സൂര്യനെ ദർശിക്കുവാനുള്ള ഒരു അനുഭവം, ഒരു നന്മ, ഒരു വാതിൽ ദൈവം നിനക്കായി നൽകി തരും. சூரியனை காணாத வரைக்கும் உன்னுடைய வாழ்க்கையில் இருக்கிற இந்த போராட்டத்தை நீ ஜெயிக்க முடியாது. നീ സൂര്യനെ കാണാത്തിടത്തോളം കാലം നിനക്കെതിരെ വരുന്ന പോരാട്ടത്തെ നിനക്ക് ജയിപ്പാൻ കഴിയുന്നതല്ല. பெருங்காற்று மழைக்கு அடித்துக் கொண்டிருக்கிற உன்னுடைய வாழ்க்கை தப்ப முடியாது. കൊടുങ്കാറ്റിനാലും മഴയാലും ഉലഞ്ഞിരിക്കുന്ന നിന്റെ ജീവിതത്തിന് രക്ഷയുണ്ടാകുകയില്ല. உன்னுடைய விசுவாசத்தை நீ கட்டி எழுப்ப முடியாது. നിന്റെ വിശ്വാസ ജീവിതത്തെ ഉയർത്തി പണിയുവാൻ കഴിയുന്നതല്ല. உன்னுடைய இந்த கப்பல் யாத்திரையில் உன்னுடைய வாழ்க்கையில் இருக்கிற நம்பிக்கை அற்றுப்போய் நீ திகைக்கிற ஒரு வாழ்க்கைக்கு கடந்து வந்து விடுவாய். നിന്റെ കപ്പൽ യാത്രയിൽ നിന്റെ ജീവിതം ആശയറ്റതായ ഒരു അനുഭവത്തിൽ ഭയന്നവനായി തീരും. உன்னுடைய இதோ இந்த கப்பல் யாத்திரையில் போனவருடைய எல்லா பொருட்களும் நஷ்டப்பட்டு விட்டது. ഈ കപ്പൽ യാത്രയിൽ പോയവരുടെ സകല വസ്തുക്കളും നഷ്ടപ്പെട്ടു. உன் வாழ்க்கையிலும் கூட நீ சூரியனை காணாமல் உன் வாழ்க்கையில் உனக்கு இருக்கிற எல்லாவற்றிலும் നഷ്ടമടൈந்திருக்கிறாயா? നീയും നിന്റെ ജീവിതത്തിൽ സൂര്യനെ കാണാതെ നിന്റെ ജീവിതത്തിലുള്ള സകലതും നഷ്ടപ്പെടുത്തിയ ഒരു അനുഭവത്തിലാണോ? உன்னுடைய இந்த நஷ்டத்தின் மூலமாக இனி தப்பி பிழைப்போம் என்ற நம்பிக்கை அற்று போயிருக்கிறாயா? ഇനി രക്ഷ പ്രാപിക്കുമെന്നുള്ള ആശ അറ്റതായ ഒരു അനുഭവത്തിലാണോ? இன்றைக்கு அருமையான ஒரு சகோதரனுடைய சாட்சியை கேட்டாயே, இதோ இந்த சூரியன் உதிக்கும் போது தப்பி பிழைப்போம் என்ற நம்பிக்கையற்ற மனிதனுக்கு നம்பிക്കൈ ഉണ്ടാകും. ഒരു പ്രിയ സഹോദരന്റെ സാക്ഷി കേട്ടല്ലോ. സൂര്യൻ അസ്തമിച്ചതായ ഒരു അനുഭവത്തിൽ ദൈവം അവന് തന്നിലായി പ്രവർത്തിച്ച ഒരു നന്മയെ കാണുവാൻ കഴിഞ്ഞത്. ദേവനേ സൂര്യനും കേടകമായി ഇരിക്കുകയാർ, നമ്മുടെ നന്മയെ വഴങ്ങാതിരാർ. നമ്മുടെ കർത്താവ് നമുക്ക് സൂര്യനും വലിയൊരു പരിചയമാകുന്നു. അവൻ നന്മയെ മുടക്കുകയില്ല. നിശ്ചയமாக നന്മയെ കൊടുക്കുம்படியாக இந்த சூரியன் அன்று உதித்தது போல இன்றைக்கும் உதிக்கிறது. നിശ്ചയമായ നന്മ തരേണ്ടതിന് സൂര്യൻ അന്ന് ഉദിച്ചതുപോലെ ഇന്നും നമുക്കായി ഉദിക്കുവാൻ പോകും. இப்படிப்பட்ட நாள் உன் வாழ்க்கையில இதுவரைக்கும் இல்லாவிட்டாலும் இன்றைக்கே இந்த நாள் உனக்கு ரட்சிப்பின் நாளாய், ഒരു ആശീർവാദത്തിൻ നാളായി കർത്തർ മാറ്റുகிறார். ഇതുവരെയും അങ്ങനെയുള്ള ഒരു അനുഭവത്തെ നേടിയിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ദിവസത്തെ ഒരു രക്ഷയുടെ, ഒരു വീണ്ടെടുപ്പിന്റെ നാളായി ദൈവം അതിനെ മാറ്റുന്നു. உன்னுடைய வாழ்க்கையில் இருக்கிற நஷ்டத்திற்கு
இன்றைக்கு ஆண்டவர் உனக்கு சகாயம் பண்ணுகிறார். നിന്റെ ജീവിതത്തിന്റെ നഷ്ടത്തിന് ദൈവം തന്നെ നിനക്കൊരു സഹായം നൽകുന്നു. எல்லாவற்றையும் இழந்து போனாலும், கப்பலே உடைந்து போனாலும், ஒரு அதிசயம் செய்யக்கூடிய ஒரு சூரியன் உனக்காக உதித்திருக்கிறது. എല്ലാം നശിച്ചാലും ആ കപ്പൽ തന്നെ തകർന്നു പോയാലും നിനക്കായി ഉദിച്ച ഒരു സൂര്യൻ നിനക്ക് വേണ്ടിയിട്ടുണ്ട്. இன்றைக்கு இந்த சூரியனை நீ காணாமல், இந்த சூரியனை தரித்து நிறுத்து அதை தரிசிக்காமல் போய்விட்டால் உன்னுடைய வாழ்க்கை ஒரு நிர்பந்தமான வாழ்க்கையாக மாறிவிடும். ഇന്ന് ഈ സൂര്യനെ നീ കാണാതെ അതിനെ ധരിക്കാതെ പോയാൽ നീ ഒരു നിർബന്ധത്തിനുള്ളവനായി മാറും. தேவனே சூரியனாய் இருக்கிறார். നമ്മുടെ കർത്താവ് തന്നെ സൂര്യനായിരിക്കുന്നു. அவர் எந்த மனுஷனையும் பிரகாசிக்க செய்கிற மெய்யான ஒளி. അവൻ ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. எந்த மனுஷனாய் இருக்கட்டும், അത് ഏതൊരു മനുഷ്യനാകട്ടെ, அவன் எப்படிப்பட்ட மனுஷனாய் അവൻ இருக்கட்டும், ഏത് തലത്തിലുള്ള മനുഷ്യനാകട്ടെ, அவனை பிரகாசிக்க செய்யக்கூடிய ஒரு மெய்யான ஒளியாக இந்த இயேசு இருக்கிறார். അവനെ പ്രകാശിപ്പിക്കുന്ന ഒരു സത്യവെളിച്ചമായ നമ്മുടെ കർത്താവ്. அருமையான தேவனுடைய பிள்ளைகளே, പ്രിയ ദൈവജനമേ, இவர்கள் சூரியனை காணாமல் இப்படிப்பட்ட ஒரு கஷ்டத்துக்குள்ளானார்கள். ഇവർ ഇങ്ങനെ സൂര്യനെ കാണാത്തതായ ഒരു നിർബന്ധ സാഹചര്യത്തിൽ കഷ്ടത്തിലായി. எப்பொழுது விடியும் என்று பார்க்கிறார்கள், എപ്പോൾ ഉദിക്കുമെന്ന് അതിനെ കാണുകയാണ്. ஆனாலும் சூரியனை பார்க்க முடியவில்லை. എന്നാലും സൂര്യനെ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. தன்னுடைய ஞானத்தை பயன்படுத்திக் கொள்கிறார்கள். തങ്ങളുടേതായ ജ്ഞാനത്താൽ അവർ പരീക്ഷിക്കുന്നു. எல்லா பொருட்களையும் எடுத்து எறிந்து பார்க்கிறார்கள். എല്ലാ വസ്തുക്കളും എടുത്ത് എറിഞ്ഞു നോക്കുന്നു. அவர்களால் முடிந்த வரைக்கும் அந்த கப்பலை திருப்ப பல வழிகளை தேடுகிறார்கள். അവരാൽ കഴിയുന്നിടത്തോളം അവ കപ്പലൊന്ന് തിരിക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട്. ஆனாலும் அவர்களுக்கு விடுதலை கிடைக்கவில்லை. എന്നാലും ഒരു വിടുതലിന്റെ അനുഭവം അവരിൽ ഉണ്ടാകുന്നില്ല. அவர்களுக்கு தெரிந்த தெய்வத்தை நோக்கி கூப்பிட்டு பார்க்கிறார்கள். അവരറിഞ്ഞതായ സകല ദൈവത്തെയും അവർ വിളിച്ചു നോക്കി. ஆனால் அவர்களுக்கு விடுதலை கிடைக்கவில்லை. എന്നാലും അവർക്കൊരു വിടുതൽ എന്നതുണ്ടായില്ല. ஆனாலும் அருமையான தேவனுடைய பிள்ளைகளே, എന്നാലും പ്രിയ ദൈവജനമേ, மீண்டும் கர்த்தருடைய தாசனுடைய சத்தத்தை அவர்கள் கேட்க வேண்டியதா இருந்தது. വീണ്ടും ആ ദൈവദാസന്റെ ശബ്ദം അവർ കേൾക്കേണ്ടതായിരുന്നു. அவர் காட்டுகிற அந்த சூரியனை, தேவனை அவர்கள் பார்க்க வேண்டியதா இருந்தது. താൻ കാണിച്ചതായ ആ സൂര്യനെ, ആ ദൈവത്തെ തന്നെ അവന് മനസ്സിലാക്കേണ്ടതായിരുന്നു. நீயும் அங்குமிங்கும் அலைந்து உன் வாழ்க்கையை சின்ன பின்னமாக்கி ஒன்றுமில்லாத ஒரு நிலவரத்தில் இன்னும் தவித்துக் கொண்டிருக்க வேண்டாம். നീ നിന്റെ ജീവിതത്തെ തകർച്ചയായ ഒരു അനുഭവത്തിൽ, ഒന്നുമില്ലാത്തതായ ഒരു അനുഭവത്തിലായി വലഞ്ഞു തിരിഞ്ഞവനായി തീരേണ്ട. யாராயிருந்தாலும் பிரகாசிக்க செய்கிற மெய்யான ஒளியாக இயேசு സൂര്യനായി ഉദിக்கிறார். ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി നമ്മുടെ യേശു ഉദിക്കും. கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாவதாக. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകും. அது மட்டுமல்ல, അത് മാത്രമല്ല, സൂര്യൻ മനുഷ്യന്റെ வாழ்க்கையில் അസ്തമിക്കും போது, സൂര്യൻ മനുഷ്യന്റെ ജീവിതത്തിൽ അസ്തമിക്കുമ്പോൾ അവനക്ക് തികിലും കാരിരുളും സാപമും ഉണ്ടാകും. അവന്റെ ജീവിതത്തിൽ ഭയവും കൂരിരുട്ടും സഞ്ചലവും ഉണ്ടാകും. இந்த மூன்று காரியங்களையும் நாம் ஆதியாகமம் 15ஆம் அதிகாரத்தில் வாசிக்க முடியும். ഈ കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 15ആം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആബ്രഹാമിന്റെ வாழ்க்கையிலே, അബ്രഹാമിന്റെ ജീവിതത്തിൽ அங்கே சூரியன் அஸ்தமித்த போது, അവിടെ സൂര്യൻ അസ്തമിച്ചപ്പോൾ திகில் காரிருள் சாபம் உண்டாயிற்று. ഭയവും കൂരിരുട്ടും ശാപവും ഉണ്ടായി. ആദിയാകമം 15ആം அதிகாரம் 12ആം വചനം. ഉൽപ്പത്തി പുസ്തകം 15ആം അധ്യായത്തിന്റെ 12ആം വാക്യം. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസം അവന്റെ മേൽ വീണു. சூரியன் அஸ்தமிக்கும்போது ஆபிராமுக்கு அயர்ந்த நித்திரை வந்தது, திகிலும் காரிருளும் அவனை மூடிக்கொண்டது. திகிலும் காரிருளும் அவனை மூடிக்கொண்டது. ഭീതിയും അന്ധതമസും അവനെ മൂടി. கீழே வாசித்தால் சாபமும் அவன் மேல் வந்தது. താഴെ വായിക്കുമ്പോൾ ശാപവും തന്റെ മേൽ വന്നു എന്ന് കാണും. 400 வருஷம் அவனுடைய சந்ததி அடிமைகளாக மாறினார்கள். ഇത് നിമിത്തം 400 വർഷം തന്റെ സന്തതികൾ അടിമകളാക്കപ്പെട്ടു. சூரியன் அஸ்தமித்தது. സൂര്യൻ അസ്തമിച്ചു. அருமையான தேவனுடைய பிள்ளைகளே, പ്രിയ ദൈവജനമേ, திகிலும் காரிருளும் மூடிக்கொண்டது. ഭീതിയും അന്ധതമസും അവരെ മൂടി. அந்த சாபம் அவர்கள் மேல் பிரவேசித்தது. ഒരു ശാപം അവരുടെ മേൽ വന്നു കയറി. ஏன் இந்த திகிலும் காரிருளும் உண்டாயிற்று? എന്താണ് ഈ ഭീതിയും അന്ധതമസിനും കാരണം? அந்த சூரியன் அஸ்தமித்து விட்டது. ആ സൂര്യൻ അസ്തമിച്ചു എന്നതാൽ ஒரு மனுஷனுடைய வாழ்க்கையில் சூரியன் அஸ்தமிக்கும் போது, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ அவனுக்கு திகிலும் காரிருளும் உண்டாகும். അവനിൽ ഒരു ഭയവും അന്ധതമസും ഉണ്ടാവും. இந்த திகில் எப்படி உண்டாகும் என்று ஒரு சில காரியங்களை நாம் பார்க்க ഈ போகிறோம். ഭീതി എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാം. முதலாவது എസ്തറിൻ പുസ്തകം 7ஆம் அதிகாரம் 6ஆம் வசனத்திலே, ഒന്നാമത് എസ്തേറിന്റെ പുസ്തകം
ഒന്നാം അധ്യായത്തിന്റെ 6-ാം വാക്യം. 7-ാം അധ്യായം 6-ാം വസനത്തിലെ 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. அங்கே ராஜாவுக்கு முன்பாக ஆமான் திகிலடைந்து விட்டார். അവിടെ രാജാവിന് മുൻപായി ഹാമാൻ ഒരു ഭീതിയുണ്ടായി. ஏனென்றால் ஆமானுக்கு ஒரு பெரிய நியாய தீர்ப்பு வந்து விட்டது. അവിടെ ഹാമാന് ഒരു വലിയൊരു ന്യായവിധി വന്നു. அவனுடைய மாயமானமான வாழ்க்கை வெளியரங்கமாகிவிட்டது. അവന്റെ തന്ത്രപരമായ ഒരു ജീവിതം അത് പുറത്തു വെളിപ്പെട്ടു. அவனுக்கு வர வேண்டிய தண்டனை என்னதென்று அவன் அறிந்து கொண்டான். അവന് വരേണ്ടുന്ന ഒരു ന്യായവിധി എന്താണെന്ന് അവൻ അറിഞ്ഞു. இன்றைக்கும் மனிதனுடைய வாழ்க்கையில் அவனுக்கு வர வேண்டிய தண்டனையை அவன் சிந்திக்கும் போது அவனுக்குள் திகில் உண்டாகி விடுகிறது. ഇന്ന് മനുഷ്യനുണ്ടാകുന്ന ഒരു ന്യായവിധിയെ കാണുമ്പോൾ കേൾക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ഭീതി ഉണ്ടാകും. ஆனால் சூரியன் உதிக்கும் போது இந்த திகில் நீங்கி விடும். എന്നാൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഈ ഭീതി മാറും. அருமையான தேவனுடைய பிள்ளையே, പ്രിയ ദൈവ പൈതലേ, உன்னுடைய வாழ்க்கையிலும் கூட உன்னுடைய தவறுகள், உன்னுடைய குற்றங்கள், உன்னுடைய பாவங்கள் உன்னுடைய வாழ்க்கையிலே ஒரு திகிலை உனக்குள்ள உண்டாக்கி கொண்டிருக்கலாம். നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാരങ്ങളും പാപങ്ങളും ഒരു ഭീതിയെ പരത്തിയെന്ന് വരാം. உனக்கு வரக்கூடிய நியாய தீர்ப்பை நினைத்து உனக்கு ஒரு திகில் உன்னை ஆட்கொண்டு கொண்டிருக்கலாம். നിനക്കുണ്ടാകുന്നതായ ന്യായവിധിയെ കണ്ടിട്ട് ഒരു ഭീതി നിന്റെ ഉള്ളിൽ വന്നെന്ന് വരാം. சாட்சியிலே சொன்னதை கேட்டது போல தனக்கு வெளியே போனால் ஒரு மரணம் உண்டாகும் என்ற திகில் அவருடைய இருதயத்தை மிகவும் ആഴமாக അവരുടെ ഹൃദയത്തെ ആൾക്കൊള്ള ആരംഭിച്ചു വിട്ടത്. ആ സാക്ഷിയിൽ കേട്ടതുപോലെ താൻ പുറത്തു പോയാൽ നിശ്ചയമായും ഒരു മരണമുണ്ടാകുമെന്നുള്ള ഒരു ഭീതി തന്നെ വഹിച്ചതുപോലെ. ஏனென்றால் ஜீவியம் நியாய தீர்ப்புக்கு ஏதுவான ஜீவியம். എന്തെന്നാൽ ജീവിതം ന്യായവിധിക്കേറ്റതായ ഒരു ജീവിതമായി. உன்னுடைய வாழ்க்கையிலும் கூட உன்னுடைய ஜீவியத்தில் இருக்கிற குற்றங்கள், குறைவுகள், பாவங்கள் நியாய தீர்ப்புக்கு ஏதுவாக இருந்து உன்னை திகிலடைய பண்ணி கொண்டிருக்கிறதா? ജീവിതത്തിലും നിന്റേതായ അനുഭവങ്ങൾ, കഷ്ടങ്ങൾ, ഭാരങ്ങൾ അത് ഒരു ന്യായവിധിക്കേറ്റതുപോലെ ഭീതി പരത്തുന്നുവോ? അസ്തമിത്ത സൂര്യൻ இன்றைக்கு உதிக்க போகிறது. അസ്തമിച്ചതായ ഒരു സൂര്യൻ ഇന്ന് ഉദിക്കുവാൻ പോകുന്നു. எத்தனை பேர் விசுவாசிக்கிறீர்கள்? നിങ്ങൾ എത്ര പേർ അതിനെ വിശ്വസിക്കുന്നു? அஸ்தமித்த சூரியன் உதிக்க போகிறது. അസ്തമിച്ച ഒരു സൂര്യൻ ഉദിപ്പാൻ പോകുന്നു. இந்த சூரியனுக்கு உதிக்கக்கூடிய நேரம் தெரியும். ഈ സൂര്യന് ഉദിപ്പാനുള്ള സമയം അറിയാം. இந்த சூரியனுக்கு அஸ்தமிக்க வேண்டிய நேரமும் தெரியும். ഈ സൂര്യൻ അസ്തമിക്കേണ്ടുന്ന സമയവും അറിയാം. தென்மலை இந்த விசேஷித்த கூட்டத்திலே 2ஆம் நாளிலே இந்த சூரியன் உதிக்க போகிறது. ഈ തെന്മലയിൽ ഈ വിശേഷിക്കപ്പെട്ട ഈ കൂടിവരവിൽ ഈ സൂര്യൻ ഉദിപ്പാൻ പോകുന്നു. எத்தனை பேர் விசுவாசிக்கிறீர்கள்? നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ! கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாவதாக. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. நியாய தீர்ப்பு நிமித்தம் அவனுக்குள்ள ஒரு திகில் உண்டாகிவிட்டது. ആ ന്യായവിധി നിമിത്തം ഒരു ഭീതി പരന്നു. எசேக்கியேல் 21ஆம் அதிகாரம் 12ஆம் வசனத்துக்கு வாசிக்கும்போது, എസ്കേൽ 21:17 വാക്യം വായിക്കും. பட்டயம் நியாய தீர்ப்பு வருகிறது நிமித்தம் ஓலமிட்டு அலறுங்கள், மார்பில் அடித்துக் கொள்ளுங்கள், திகில் உண்டாகும் என்று வேதவசனம் சொல்லுகிறது. எசேக்கியேல் 21:12. എസ്കേൽ 21:11. മനുഷ്യപുത്ര, നിലവിളിച്ച് മുറയിടുക, അത് എന്റെ ജനത്തിന്മേലും ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരുടെ മേലും വരും. അവർ എന്റെ ജനത്തോടുകൂടെ വാളിന് ഏൽപ്പിക്കപ്പെട്ടവരാകുന്നു. ആകയാൽ നീ തുടയിൽ അടിക്ക. மனுபுத்திரனே, நீ ஓலமிட்டு அலறு, பட்டயம் என் ஜனத்தின் மேல் வரும், அது இஸ்ரவேல் பிரபுக்கள் எல்லார் மேலும் வரும். அதிநிமித்தம் என் ஜனத்துக்குள்ளே திகில் உண்டாயிருக்கும். ஆகையால் உன் விழாவிலே அடித்துக்கொள். பாருங்கள், திகில் உண்டாகும் போது ஒரு பெரிய அலறுதல் உண்டாகிறது. ഭീതി വരക്കുമ്പോൾ ഒരു അലറുന്ന ഒരു അനുഭവം ഉണ്ടാകും. விழாவிலே அடிக்கக்கூடிய ஒரு சூழ்நிலை உண்டாகிறது. മാറത്തടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. உன்னுடைய பிரச்சனைகளின் நிமித்தமாக உனக்குள்ள இருக்கிற அந்த வரப்போகிற நியாய தீர்ப்பை நினைத்து നീ ഉന്നെ നെഞ്ചിൽ അടിത്തു കൊണ്ടിരിക്കണം. നിനക്ക് വരുന്നതായ ന്യായവിധിയെ ഓർത്ത് നീ ആ ഭീതി നിമിത്തം നിന്റെ മാറത്തടിക്കേണ്ടി വന്നേ. ഓലമിട്ട് അലറിക്കൊണ്ടിരിക്കണം, നിലവിളിച്ച് കരയേണ്ടി വന്നേ. എന്നാൽ ഇன்றைக்கு ഒരു വിടുതല ഇരിക്കുന്നത്. എന്നാൽ ഇന്നൊരു വിടുതലുണ്ട്. இந்த சூரியன் உதிக்க போகிறார். ഈ സൂര്യൻ ഉദിക്കുവാൻ പോകുന്നു. முதலாவது இந்த நியாய தீர்ப்பின் நிமித்தம் இந்த திகில் உண்டாகிறது. ഒന്ന്, ഈ ന്യായവിധി നിമിത്തം ഈ ഭീതി ഉണ്ടാകുന്നു. இரண்டாவது, யோபு சொல்லும்போது யோபின் புஸ்தகம் 7ஆம் அதிகாரம் 14ஆம் வசனத்திலே, யோபிന്റെ പുസ്തകം 7ആം അധ്യായത്തിന്റെ 14ആം വാക്യം, പല ദർശനങ്ങൾ മൂലமாக അവനുക്കുള്ള തികിൽ ഉണ്ടായിട്ട്, പല ദർശനങ്ങൾ മൂലമായി ഒരു ഭീതി ഉണ്ടാകുന്നു. യോബിൻ പുസ്തകം 7ആം അധികാരം 6ആം വസനം. യോബ് 7ആം അധ്യായത്തിന്റെ 6ആം വാക്യം. നീ സ്വപ്നം കൊണ്ട് എന്നെ അരട്ടുന്നു, ദർശനം കൊണ്ടും എന്നെ ഭയപ്പെടുത്തുന്നു. നീ സ്വപ്നങ്ങളാൽ എന്നെ കലങ്ങ പന്നി, ദർശനങ്ങളാൽ എനിക്ക് തികിലുണ്ടാക്കി. നീർ സ്വപ്നങ്ങളും ദർശനങ്ങളും
ஒரு பெரிய திகிலை உண்டாக்கி கொண்டிருக்கிறது. സ്വപ്നങ്ങളും ദർശനങ്ങളും അത് ഭയം പരത്തുന്നു. இன்றைக்கும் கூட அநேகர் பல சொப்பனங்களையும் தரிசனங்களையும் பார்த்து கலங்கி திகைத்து கொண்டு இருக்கிறார்கள். ഇന്നും പലരും പലതരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ ദർശനങ്ങളും കണ്ട് ഭയപ്പെട്ടവരായി തീരാറുണ്ട്. இந்த திகிலிருந்து தன்னை யார் விடுதலையாக்குவார் என்று அவளுக்கு தெரியவில்லை. ഈ ഭയത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. எங்கே போய் இதை சொல்லுவது என்று அவர்களுக்கு தெரியவில்லை. എവിടെ ഇത് പറയണമെന്നുള്ളതും അറിയുന്നില്ല. தானியேல் 4-ம் அதிகாரம் 5-ம் வசனத்தில் வாசிக்கும் போது ദാനിയേൽ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം அங்கே വായിക്കുമ്പോൾ ஒரு பிரபலமான ராஜா, അവിടെ ഒരു പ്രബലമായ രാജാവ്, பயங்கரமான ஒரு அதிகாரமுள்ள ராஜா, ഒരു വലിയ അധികാരമുള്ള ഒരു രാജാവ്, பொன் தலையா இருந்த ராஜா, പൊൻതലയുള്ളതായ ഒരു രാജാവ് இப்பொழுது சொப்பனத்தினால் கலங்கி திகைக்கிறார். ഇപ്പോൾ ഒരു സ്വപ്ന നിമിത്തം അവൻ ഭയപ്പെട്ടിരിക്കുന്നു. பயங்கர ஒரு திகில் அவருக்கு உண்டாகிவிட்டது. അവനിൽ ഒരു വലിയ ഭീതി ഉണ്ടായി. அவன் அந்த திகில் நீங்கும்படியாக எவ்வளவோ தன்னுடைய ராஜ்யத்தில் இருந்த மந்திரவாதிகளை அணுகுகிறான். ഈ ഭയം നിമിത്തം ആ രാജ്യത്തിലുള്ള എത്രയോ മന്ത്രവാദികളെ താൻ അന്വേഷിച്ചു. தன் எவ்வளவோ அந்த திருஷ்டாத அறிவுள்ளவர்களை அவன் ஞானிகளை அழைக்கிறான். എത്രയോ ജ്ഞാനികളായുള്ളവരെ അവിടെ വിളിച്ചു വരുത്തി. ஆனால் இப்பொழுது அவனுடைய திகில் நீங்க முடியவில்லை. എന്നാൽ തന്റെ വ്യാകുലം, ആ ഭയം തന്നെ വിട്ടു മാറിയില്ല. இந்த திகிலை நீக்க ഈ ഭയം മാറ്റുവാൻ இந்த சூரியனை தவிர ഈ സൂര്യനല്ലാതെ வேற வழி இல்லை என்பது அவனுக்கு தெரியவில்லை. മറ്റൊരു മാർഗമില്ലെന്നുള്ളത് അവൻ അറിഞ്ഞില്ല. இப்பொழுது தானியேலை அழைக்கிறான். ഇപ്പോൾ ദാനിയേലിനെ വിളിക്കുന്നു. தானியேல் அவனுக்கு சொல்லுகிறான், ദാനിയേൽ തന്നോട് പറയുന്നു, தேவன் தான் இந்த மங்களகரமான காரியங்களுக்கு உனக்கு பதிலளிக்க முடியும். ദൈവം തന്നെ ഇത് ശുഭമായി നിന്നോട് അറിയിക്കട്ടെ. வேற யாரும் உனக்கு செய்ய முடியாது. വേറെ ആരും ഇത് നിനക്ക് நீ ചെയ്യില്ല. வேற யாரும் நம்பி பிரயோஜனம் இல்லை. നീ വേറെ ആരും വിശ്വസിച്ചിട്ട് കാര്യമില്ല. திகைத்து கொண்டிருக்கிற காரியத்திற்கு ஒரே வழி, இந்த நீதியின் சூரியனை நீ தரிக்க வேண்டும். നീ ഭയപ്പെട്ടിരിക്കുന്നതിന്റെ രക്ഷയ്ക്കായുള്ള ഒരു ഏക മാർഗം ഈ നീതി സൂര്യൻ இந்த മാത്രമാണ്. சூரியன் தரித்து நின்றால் ഈ സൂര്യനെ നീ ധരിച്ചു നിന്നാൽ நிச்சயமாய் உன் வாழ்க்கையில் இருக்கிற திகில் மாறிவிடும். നിശ്ചയമായും നിന്റെ ജീവിതത്തിന്റെ അഭീതി മാറും. ஏனென்றால் இந்த நீதியின் சூரியன் தான் மனிதனுடைய திகிலுக்காக பரிகாரம் செய்தவர். എന്തെന്നാൽ ഈ നീതിന്റെ സൂര്യനാണ് ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക്, കഷ്ടതകൾക്ക് വേണ്ടി ഒരു പരിഹാരമായത്. திகிலுக்கு அவர் பரிகாரம் செய்தவர். ഒരു ഭയത്തിന്, ഭീതിക്ക് ഒരു പരിഹാരിയായത്. அந்த திகிலுக்கு அவர் பரிகாரம் செய்தவர். ഭയത്തിനൊരു സൗഖ്യം, വിടുതൽ നൽകിയവൻ. മാർക്ക് 14-ാം அதிகாரம் 33-ാം വചനത്തിൽ വാസിക്കുമ്പോൾ മാർക്കോസ് 14:31 വായിക്കുമ്പോൾ, യേശു எனக்காகவும் உங்களுக்காகவும் திகிலடைய ஆரம்பித்தார். കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി വ്യാകുലപ്പെട്ടു തുടങ്ങി. அருமையான தேவனுடைய பிள்ளைகளே, உன்னுடைய வாழ்க்கையில் இருக்கிற எல்லா திகிலும் நீங்கி போகும்படி ஆண்டவராகிய இயேசு கிறிஸ்து இந்த பூமியிலே உனக்காகவும் எனக்காகவும் திகிலடைந்தார். ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭയവും എല്ലാ ഭീതിയും മാറേണ്ടുന്നതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ അധികമായി വ്യാകുലപ്പെട്ടു. അവരെ നീതിயின் സൂര്യനായി ഉദിக்கிறவர். അവൻ തന്നെ നീതിயின் സൂര്യനായി ഉദിക്കുന്നവൻ. அதற்குரிய பரிகாரம் அவரே செய்திருக்கிறார். അതിനുള്ള ഒരു പരിഹാരം താൻ തന്നെ വരുത്തിയിട്ടുണ്ട്. அது மட்டுமல்ல, അത് മാത്രമല്ല, அருமையான தேவனுடைய பிள்ளைகளே, இந்த சூரியன் உதிக்காவிட்டால் காரிருளும் மூடிக்கொள்ளுகிறது. ഈ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ഒരു അന്ധതമസ് വന്നു മൂടും. காரிருள் என்று சொல்லுவது കാരിരുൾ, അന്ധതമസ് എന്ന് പറയുന്നത് யாத்திராகமம் 10-ாம் அதிகாரம் 22-ாம் வசனத்திலே പുറപ്പാട് 10-ാം അധ്യായത്തിന്റെ 22-ാം இது വാക്യം வாதையை காட்டுகிறது. ഇതൊരു ബാധയാണ്. அருமையான தேவனுடைய பிள்ளைகளே, പ്രിയ ദൈവജനമേ, இந்த சூரியன் உதிக்காத இடத்தில் வாதை குடிகொண்டிருக்கும். ഈ സൂര്യൻ ഉദിക്കാത്ത സ്ഥലത്ത് ഒരു ബാധ വരും. எனவே தான் இந்த சூரியன் உதிக்கிற இடத்திலே வாதை குடிகொள்ள முடியாது. ഈ സൂര്യൻ ഉദിക്കുന്നിടത്തോ ആ ഒരു ബാധ വരില്ല. ஆண்டவர் ஒரு மனிதனுடைய வாழ்க்கையில், அவனுடைய குடும்பத்தில் அவன் உதிக்கும் போது, அந்த சூரியனை அவன் தரிசிக்கும் போது വാതയിലിருந்து വിടുതலை പെற்றுக் കൊള്ളുகிறாൻ. ഒരുവന്റെ കുടുംബത്തിലെ സൂര്യൻ ഉദിക്കുമ്പോൾ, അതിനെ ദർശിക്കുമ്പോൾ ആ ബാധയിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിക്കും. വാதை അവൻ കൂടാരത്തെ അണുകാതെ, ബാധ നിന്റെ കൂടാരത്തോട് അടുക്കയില്ല. പൊല്ലാപ്പ് അവനക്ക് നേരിടാതെ, അനർത്ഥം നിനക്ക് ഭവിക്കയില്ല. അരുമயான தேவனுடைய ஜனமே, പ്രിയ ദൈവ പൈതലേ, திகிலிலும் காரிருளிலும் சூழ்ந்திருக்கிற யாராயிருந்தாலும் இன்றைக்கே ரட்சணிய நாள். ഭീതിയിലും അന്ധതമസ്സിലും പിടിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ആരാകിലും ഇത് തന്നെയാണ് നിങ്ങളുടെ രക്ഷയുടെ നാൾ. இந்த வாதை மனிதனுக்கு பலவிதமான வியாதியை உண்டாக்குகிறது. ഈ ബാധ മനുഷ്യനിൽ പലതരത്തിലുള്ള രോഗങ്ങളെ വിളിച്ചു വരുന്നു. அந்த வாதை பலருக்கு பலவிதமான பயங்கரமான கொடிய புண்களை உருவாக்குகிறது. ഈ ബാധ മനുഷ്യനിൽ വ്രണങ്ങളെ ഉണ്ടാക്കും. அவனை தடவி திரிய வைக்கிறது. അവനെ അലഞ്ഞു തിരിയുമാറാക്കും. தடவி திரிய வைக்கிறது.
அவனை முன்னே போக விடாதபடி தடவி தெரிய வைக்கிறது. അവൻ മുൻപോട്ടൊരിക്കലും പോകാതെ വണ്ണം അവനെ തടസ്സപ്പെടുത്തി നിർത്തുന്നു. அவனுடைய தரிசனமுள்ள கண்களை அந்தகாரப்படுத்துகிறது. അവന്റെ ദർശനമുള്ള കണ്ണുകളെ അന്ധതമസ്സിലേക്ക് എത്തിക്കുന്നു. உன்னுடைய வாழ்க்கையில் வாதை அப்படிப்பட்ட கொடூரமான காரியங்களை செய்து வருகிறதா? നിന്റെ ജീവിതത്തിൽ അന്ധതമസ് അങ്ങനെയുള്ളതായ ഒരു ബാധയായി മാറുന്നുവോ? இன்றைக்கு சூரியனை உதிக்க பண்ணி காரிருளை மாற்றுகிற கர்த்தர் നമ്മുടെ മധ്യയിലെ ഉലാവുகிறார். ഇന്ന് സൂര്യനെ ഉദിക്കുമാറാക്കി ബാധകളെ അകറ്റുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ വരും. ஏனென்றால் இருள் பூமியை மூடினாலும் காரிருள் ஜனத்தை மூடினாலும் இதோ கர்த்தர் உண்மையில் உதிக்க போகிறார். ഇത് ഈ നാളിൽ കൂരിരുൾ ജനത്തെയും ജാതിയെയും മൂടിയാലും നിന്റെ മേൽ ഒരു നീതിയുടെ സൂര്യൻ ഉദിക്കും. இந்த தேவன் உதித்து இந்த காரிருளை மாற்ற போகிறார். ദൈവം ഉദിച്ച് ഈ അന്ധതമസ്സിനെ അകറ്റുവാൻ പോകുന്നു. எந்த வாதையினுடைய போராட்டத்தில் நீ சிக்கி தவித்துக் கொண்டிருந்தாலும், ഏത് ബാധയാൽ നീ വ്യാകുലപ്പെട്ടിരുന്നാലും, அந்த வாதையை பார்த்து நீ பயந்து கொண்டிருந்தாலும், നീ അതിനെ കണ്ട ഭീതിയായിരുന്നാലും, அந்த வாதையினாலே நீ இனி எழும்ப முடியாது என்று நினைத்தாலும், ആ ബാധയാൽ ഇനി എഴുന്നേൽപ്പാൻ കഴിയില്ലെന്ന് വിചാരിച്ചാലും, வாதையை நிறுத்தக்கூடிய ஒரு சூரியன் நம்முடைய மத்தியிலே உதித்திருக்கிறது. ആ ബാധയെ നിർത്തുവാൻ കഴിയുന്ന ഒരു സൂര്യൻ നമ്മുടെ മധ്യേ ഉദിച്ചിട്ടുണ്ട്. எத்தனை பேர் விசுவாசிக்கிறீர்கள்? നിങ്ങൾ അത് എത്ര പേർ വിശ്വസിക്കുന്നു? எத்தனை பேர் விசுவாசிக்கிறீர்கள்? എത്ര പേർ അതിനെ വിശ്വസിക്കുന്നു? எவ்வளவு கொடூரமான வாதையின் பிடியில இருந்தாலும் இதோ கர்த்தர் உன்னை விடுதலையாக்கும்படி உதிக்க போகிறார். എത്ര കൊടൂരമായ ഒരു ബാധയാൽ നീ പിടിക്കപ്പെട്ടിരുന്നാലും ഇതാ ആ സൂര്യൻ നിനക്കായി ഉദിക്കുവാൻ പോകുന്നു. இன்றைக்கு வாதை அல்ல, தேவ தூதர்களை உனக்கு உதவியாக ஆண்டவர் கட்டளையிட போகிறார். ഒരു ബാധയല്ല, ദൈവത്തിന്റെ ദൂതന്മാരെ തന്നെ നിനക്ക് വിടുതലിനായി അയക്കാൻ പോകുന്നു. இன்றைக்கு அந்த அதிசயத்தை ஆண்டவர் செய்ய போகிறார். ഇന്ന് ആ അത്ഭുതം ദൈവം നിനക്കായി ചെയ്യും. இந்த ஆபிரகாமுடைய வாழ்க்கையிலே சூரியன் അസ്തമിത്തதற்கு കാരണം ഉണ്ട്. என்ன? ഈ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ സൂര്യൻ അസ്തമിക്കാൻ ഉണ്ടായ കാരണമെന്ത്? ആദിയാഗമം 15-ാം അധ്യായം 10-ാം വചനത്തിൽ വായിക്കുമ്പോൾ, ഉൽപ്പത്തി 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ പക്ഷികളെ இரண்டாக துண்டிக்கவில்லை, താൻ പറവകളെ രണ്ടായി പിളർന്നില്ല. அருமையானவர்களே, அவன் செலுத்தின பலி ஆண்டவர் அங்கீகரிக்க கூடியதாய் இருக்கவில்லை. താൻ അർപ്പിച്ചതായ യാഗം ദൈവത്തിന് അംഗീകരിക്കുവാൻ കഴിയുന്നതായിരുന്നു. ஆதியாகமம் 15-ாம் அத்தியாயம் 10-ாம் வசனத்திலே ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 10-ാം ஆண்டவர் വാക്യം, அவனுடைய பலியில் இருக்கிற குறைபாடை எடுத்து சொல்லுகிறார். കർത്താവ് തന്റെ യാഗത്തിലുള്ളതായ കുറവിനെ എടുത്തു കാണിക്കും. எனவே தான் இந்த திகில் കാരിരുൾ சாபம் அவனுக்கு உண்டாயிற்று. ഇത് നിമിത്തമാണ് ഒരു ഭീതിയും അന്ധതമസ്സും അവന്റെ മേലുണ്ടായി. இன்றைக்கும் கூட அநேக தேவ ஜனங்கள் ஆண்டவரை நோக்கி கூப்பிடுகிறார்கள், ஜெபிக்கிறார்கள். ஆனால் அந்த இருள், திகில், காரிருள், அந்த சாபம் நீங்காமல் இருக்கிறது. ഇന്നും ദൈവജനങ്ങൾ ദൈവത്തെ നോക്കി നിലവിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഒരു അന്ധതമസ്സും ആ ഭീതിയും അവരെ വിട്ട് മാറുന്നു. കാരണം എന്താണ്? அவர்கள் பட்சியை இரண்டாக துண்டிக்கவில்லை. അവർ ആ പറവയെ രണ്ടായി പിളർന്നില്ല. ஒரு பறவையை பலி செலுத்தும் போது, ഒരു പക്ഷിയെ ഒരു പറവയെ ബലി അർപ്പിക്കുമ്പോൾ, பலி செலுத்தும் போது, ഒരു പ്രാവിനെ യാഗമർപ്പിക്കുമ്പോൾ அதனுடைய தலையை கிள்ள வேண்டும், അതിന്റെ തല നുള്ളിക്കളയണം. அதனுடைய சுய ஞானத்தை பலிபீடத்தில் வைக்க வேண்டும், അതിന്റെ ജ്ഞാനത്തെ ബലിപീഠത്തിൽ വെക്കണം. அந்த பட்சி இரண்டாக பிளக்க வேண்டும், ആ പക്ഷിയെ രണ്ടായി അതിനെ പിളർക്കണം. அந்த ரங்கத்தை விரித்து வைக்க வேண்டும், അതിന്റെ ഉള്ളുകളെ അതിനെ വിരിച്ചു വെക്കണം. உள்ளே இருக்கிற எல்லாம் வெளியே தெரிய வேண்டும், ഉള്ളിലുള്ളതെല്ലാം പുറത്തറിയണം. ஒரு மறைவிடமும் இருக்கக்கூடாது, അതിൽ ഒരു മറവും ഉണ്ടാകരുത്. இன்றைக்கு அநேகர் ஜெபித்தாலும் வாழ்க்கையில் இருக்கிற அந்த மாயமாலமான ஒரு தோற்றத்தை உருவாக்கி ஜெபிக்கிறார்கள். ഇന്ന് അനേകർ പ്രാർത്ഥിക്കുന്നുവെങ്കിലും ഒരു കപടഭക്തിയോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയായി, വേഷം കെട്ടിയ ഒരു പ്രാർത്ഥനയായി. உள்ளே இருக்கிற எல்லா காரியத்தையும், அந்த ரங்கத்தை தேவனுக்கு சரியாக அறிக்கை செய்வதில்லை. ഉള്ളിലുള്ളതായ ഒന്നും ദൈവത്തിന് മുൻപിൽ ഏറ്റു പറയാറില്ല. உன்னுடைய ஜெபத்தையும் உன்னுடைய வேண்டுதலையும் கேட்கிற தேவன் பட்சியை இரண்டாக துண்டிக்கவில்லை என்று உன்னை பார்த்து சொல்லுவாரா? இல்லை என்றால் எல்லாவற்றையும் எனக்கு വിരിത്ത് വൈത്തിരിക്கிறாൾ എന്ന് ചൊല്ലുവാരാ? ഇന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നീ അർപ്പിച്ച യാഗം അതിനെ പിളർന്നിട്ടില്ല എന്ന് പറയുമോ? അതെല്ലാം ഞാൻ കാണത്തക്കവണ്ണം ആണ് എന്ന് പറയുമോ? எசேக்கியா ராஜா அவன் தேவ சமூகத்திலே போய் തന്നുடைய എല്ലാവற்றைയും വിരിത്ത് ദൈവ സമൂഹത്തിൽ വയ്ത്താൻ. എസേക്കിയ രാജാവ് താൻ തന്റെ ദൈവസന്നിധിയിൽ പോയി താൻ ദൈവത്തിന് മുൻപിൽ സകലവും തുറന്നു. തന്നെ താഴ്ത്തി വിരിത്ത് വയ്ത്താൻ. താൻ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ തന്നെ പൂർണ്ണമായി തുറന്നു. അതെന്ത് സംഭവിച്ചു? അവനുക്ക് വിരോധമായി വന്ന പെരിയ സേന ശക്തമുഖമായി തിരുമ്പി പോയിവിട്ടത്. അവന് വിരോധമായി വന്ന വലിയൊരു സൈന്യം അത് അതുപോലെ ഓടിപ്പോയി. ഇன்றைக்கும் உனக்கு விரோதமாய் அநேக வல்லமைகள் கூடிக்கொண்டிருந்தாலும் எல்லாவற்றையும் ஒன்றாய் அழிக்கும்படியாக
ஒரு தூதனை அனுப்பி 185,000 பேரை அழித்த பலமுள்ள தூதர்களை உனக்காக அனுப்ப தேவன் വല്ലമേ ഉള്ളവരായിരുന്നു. അന്ന് പ്രവർത്തിച്ചതുപോലെ തന്നെ നിന്റെ ജീവിതത്തെയും പൂർണ്ണമായി സമർപ്പിക്കുന്നുവെങ്കിൽ ആ ഒരു ദൂതനെ അയച്ച് 185,000 പേരെ കൊന്നതുപോലെ നിന്റെ ജീവിതത്തിലും അവൻ ആ വലിയ പ്രവൃത്തി ചെയ്യും. ഹൃദയത്തിൻ അന്തരംഗത്തെ தேவனுக்கு முன்பாக நீ எப்படி வைத்திருக்கிறாய்? നിന്റെ ഹൃദയത്തിന്റെ ഉള്ളന്തരങ്ങളെ ദൈവത്തിന് മുൻപിൽ നീ എങ്ങനെ വെച്ചിരിക്കുന്നു? മായമാലமான ഒരു തോറ്റത്തോട് നീ വെളിവേഷത്തോട് ജീവിക്கிறாயோ? നീ ഒരു വേഷം കെട്ടിയ ഒരു അവസ്ഥയിൽ പുറമായി ജീവിക്കുന്നുവോ? உன் இதயத்தின் ஆழம் அது வெளியரங்கமா இருக்கிறதோ? നിന്റെ ഹൃദയത്തിന്റെ ആഴം അതൊരു വെളിപ്രകാരമായ ഒരു അനുഭവത്തിലാണ്. അന്തരംഗത്തിൽ இருக்கிற ഒരു പാപവും ഞാൻ മറച്ചു வைக்கவில்லை என்று உன்னால் சொல்லக்கூடுமோ? അന്തരംഗത്തിൽ ഞാൻ ഒന്നും തന്നെ മറച്ചു വെച്ചിട്ടില്ലെന്ന് നിന്നാൽ പറയുവാൻ കഴിയുമോ? அப்படிப்பட்ட ஒரு உன்னை பார்த்து கர்த்தர் சாட்சி சொல்லக்கூடிய ஒரு ஜீவியம் உனக்கு உண்டோ? കർത്താവ് നിന്നെ കുറിച്ച് അങ്ങനെ സാക്ഷി പറയപ്പെടുവാൻ തക്കവണ്ണം ഒരു ജീവിതം നിനക്കുണ്ടോ? இல்லை என்றால் இந்த சூரியன் உதிக்கும்படியாக இன்றைக்கு പക്ഷിയെ இரண்டாக തുണ്ടിക്ക வேண்டும். ഇല്ല എങ്കിൽ ഇന്ന് ആ സൂര്യൻ നിന്നിൽ ഉദിക്കേണ്ടുന്നതിന് നീ ഈ പറവയെ ഈ പ്രാവിനെ രണ്ടായി പിളർന്നു വെക്കണം. இந்த சூரியன் உதித்தால் உன் துக்க நாட்கள் முடிந்து போகும். ഈ സൂര്യൻ നിന്റെ ജീവിതത്തിൽ ഉദിച്ചാൽ നിന്റെ ദുഃഖങ്ങൾ ഇതോടെ തീർന്നു പോകും. യേശയ്യാ தீர்க்கதரிசி പുസ്തകം 60-ാം അധികാരം 20-ാം വചനത്തിൽ വാസിക്കുമ്പോൾ യെശയ്യാവ് 60-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ സൂര്യൻ അസ്തമിപ്പതിல்லை, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, ചന്ദ്രൻ മറയുവതിல்லை, നിന്റെ ചന്ദ്രൻ ഇനി മറയുകയില്ല. കർത്താവേ നിത്യ വെളിച്ചമായി ഇരുപ്പാർ, യഹോവ തന്നെ നിന്റെ നിത്യ പ്രകാശമായിരിക്കും. ദുഃഖ നാൾകൾ മുടിந்து പോകും, നിന്റെ ദുഃഖം തീർന്നു പോകും, ദുഃഖ നാൾകൾ മുടിந்து പോകും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. அருமையான தேவனுடைய பிள்ளைகளே, പ്രിയ ദൈവജനം, உங்களுடைய வாழ்க்கையில் உங்களுடைய துக்க நாட்கள் முடிந்து போக வேண்டும் என்று நீங்கள் எதிர்பார்க்கிறீர்களா? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദുഃഖകാലം തീർന്നു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. அப்படிப்பட்டவர்கள் இப்பொழுது ஆண்டவருடைய பார்வைக்கு இருதயத்தை இரண்டாக பிளந்து வைக்க வேண்டும். അങ്ങനെയുള്ളവർ നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളുടെ ഹൃദയത്തെ രണ്ടായതിനെ പിളർന്നു വെക്കണം. இந்த வார்த்தை இந்த தென்மலை தேசத்தை நோக்கி சொல்லும்படியாக ஆண்டவர் கொடுத்திருக்கிறபடியினால் ഈ വാക്ക് ഈ തെന്മല ദേശത്തെ നോക്കി പറയാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ളതാകയാൽ இந்த வார்த்தையை நீ கேட்டுக்கொண்டிருக்கும் போதே, ഈ വാക്ക് നീ ശ്രദ്ധിക്കുമ്പോൾ തന്നെ உன் இருதயத்தின் அந்தரங்கத்தில் இருக்கிற சில காரியங்களை ஆண்டவர் உனக்கு வெளியே உனக்கு காண்பித்துக் கொண்டிருக்கிறார். നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള അനുഭവങ്ങളെ അവൻ പുറത്ത് അവൻ കാട്ടുവാൻ തുടങ്ങും. இந்த அறிக்கை செய்யும்படியாக உன்னை உணர்த்தி கொண்டிருக்கிறார். അത് നീ ഏറ്റു പറയേണ്ടതിന് അവൻ നിന്നെ ഉണർത്തിക്കൊണ്ടിരിക്കും. உங்களில் எத்தனை பேர் எனக்குள்ளே ஆண்டவர் இந்த வாதையை நிறுத்த ஒரு துக்க நாட்கள் முடிய தேவன் சில காரியங்களை எனக்கு அறிக்கை செய்ய சொல்லுகிறார் என்று உணர்வு உண்டாகிறது. എന്റെ ജീവിതത്തിന്റെ ദുഃഖകാലം മാറുവാൻ, എന്റെ ബാധ മാറുവാൻ, എന്റെ ജീവിതത്തിൽ ദൈവത്തോട് ഏറ്റുപറയുവാൻ നിങ്ങളോട് എത്ര പേർക്ക് അങ്ങനെ ഒരു ഉണർവുണ്ടാകുന്നു? வாதை நீங்கும்படியாக சில காரியங்களை தேவன் அறிக்கை செய்ய எனக்குள்ள ஏவுகிறார் என்ற உணர்வு எத்தனை பேருக்கு உண்டாகிறது? എന്റെ ഭീതിയും അന്ധതമസ്സും നീങ്ങുവാൻ എനിക്കൊരു ഏറ്റുപറച്ചിൽ വേണമെന്നുള്ള ഒരു ഉണർവ് നിങ്ങളിൽ എത്ര പേരിലുണ്ട്? நீ இருக்கிற இடங்களிலிருந்து உன் வலது கரத்தை உயர்த்தி, ஆண்டவரே என்னிடத்தில் உணர்த்துகிற இந்த காரியத்தை இப்பொழுதே நான் விரித்து திறந்து உம்முடைய சமூகத்தில் வைக்கிறேன் என்று ஒப்படைப்பையாக. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ എന്റെ ഹൃദയം തുറന്ന് ഞാൻ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഉള്ളതുപോലെ നിന്റെ മുൻപിൽ വെക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ? இப்படிப்பட்ட நாள் இதற்கு முன்னதாக நீ கண்டதில்லை. ഇതുപോലൊരു ദിവസം ഇതിനു മുൻപിൽ നീ കണ്ടിട്ടുണ്ടാകില്ല. உன்னுடைய திகில் வாதை காரியங்கள் நீங்க போகிறது. ഇന്ന് തന്നെ നിന്റെ ഭീതിയും അന്ധതമസ്സും അത് മാറും. இதோ உன் துக்க நாட்கள் முடிந்து போக போகிறது. ഇതാ നിന്റെ ദുഃഖകാലം മാറിപ്പോകും. உன்னுடைய கரங்களை உயர்த்தினது மட்டுமல்ல, வாயிலே அந்த ஒரு காரியத்தை ஆண்டவரே இதை மறைத்து இந்நாள் வரை ஜீவித்தேன், ஆண்டவரே விரித்து வைக்கிறேன், என்னை மன்னியும், என்னை சுத்திகரியும் என்று அவரை நோக்கி கூப்பிடுவாயாக. നീ കൈകൾ ഉയർത്തുക മാത്രമല്ല, നിന്റെ ഹൃദയം ദൈവത്തിന് മുൻപിൽ പിളർന്നു വെച്ച് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് അടുത്തു വരണമേ എന്ന് നിന്റെ ഹൃദയം തുറന്നേറ്റു പറഞ്ഞു. இதோ வசனத்தை கேட்ட யாவர் மேலும் பரிசுத்த ஆவியானவர் இறங்கி கொண்டிருக்கிறார். ഇതോ വചനം കേൾക്കുന്ന നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. அவர் இறங்கி உன் இதயத்தை சுத்திகரிக்கிறார். അവൻ ഇറങ്ങി നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. அவருடைய ரத்தத்தை அங்கே தெளிக்கிறார். അവന്റെ രക്തം നിന്റെ മേൽ തെളിക്കുന്നു. இதோ வாதை உன்னை விட்டு நீங்கி போகிறது. ഇതാ ബാധ നിന്നെ വിട്ടു നീങ്ങുന്നു. பலவிதமான கொடூரமான உன் திகில் உன் வாழ்க்கையை விட்டு வெளியே போகிறது. ഏത് കൊടൂരമായ ഭീതിയും നിന്നെ വിട്ട്
അകന്നു പോകുന്നു. உன்னுடைய துக்க நாட்கள் முடிந்து போக போகிறது. നിന്റെ ദുഃഖകാലം അത് മാറിപ്പോകും. சிலர் இன்னும் மௌனமாக இருக்கிறீர்கள். ചിലർ നിങ്ങൾ ഇനിയും മൗനമായിരിക്കുന്നു. இது நீ மௌனமாக இருக்க வேண்டிய நேரம் அல்ல. ഇത് നീ മൗനമായിരിക്കേണ്ടുന്ന സമയമല്ല. கர்த்தர் உனக்கு ஒரு செய்தி கொண்டு வந்திருக்கிறார். കർത്താവ് നിനക്ക് ഒരു വാർത്ത നൽകിയിരിക്കുന്നു. இப்படிப்பட்ட நாள் இதற்கு முன்னதாக இருந்தது இல்லை. ഇതുപോലൊരു ദിവസം ഇതിനു മുൻപുണ്ടായിട്ടില്ല. இன்றைக்கு உனக்காக கர்த்தர் யுத்தம் பண்ணுகிறார். ഇന്ന് നിനക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യുന്നത്. சூரியனாக ஒருவர் நின்று கொண்டே இருக்கிறார். സൂര്യനായ ഒരുവൻ നിനക്ക് മുൻപായി നിൽക്കുന്നു. உதிக்க வேண்டிய நேரம் தெரியும். അവൻ ഉദിക്കേണ്ടുന്ന സമയം അറിയാം. ഹൃദയത്തെ പിളർന്ന് വെളിയെ வைத்தால், നിന്റെ ഹൃദയം പിളർന്നു വെച്ചാൽ, இதோ அவர் உனக்கு உதிப்பார். അതോ അവൻ നിനക്കായി ഉദിക്കും. எவ்வளவு பெரிய அந்தகாரமும் உன்னை விட்டு நீங்கி போகும். എത്ര വലിയൊരു അന്ധതമസ്സും നിന്നെ വിട്ട് നീങ്ങി പോകും. நிமித்தமாய் உன் பிள்ளைகளை பாதித்துக் கொண்டிருக்கிற சாபங்கள், ദോഷങ്ങൾ ഇപ്പോഴേ നീക്കപ്പെടുகிறது. കുഞ്ഞുങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന എല്ലാ അന്ധതമസ്സും നീങ്ങിപ്പോകും. പല സന്ദർഭങ്ങളിൽ ഉൻ പിള്ളേകളെ பார்க்கும்போது എന്നാലേ என் பிள்ளைகளுக்கு இந்த சாபம் എന്ന് നീ உன்னுடைய இதயத்தில் சிந்திக்கிறாய். இன்றைக்கு ஆண்டவர் விடுதலை தருகிறார். പലപ്പോഴും നിന്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അയ്യോ എന്നാലാണല്ലോ ഇവരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് അത് നീക്കുവാൻ പോകുന്നു. ഇന്ന് കർത്താവ് നിനക്ക് അതിനായി സഹായിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തരുടെ പരിശുദ്ധ നാമത്തിற்கு മഹിമ ഉണ്ടാവதாக. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സൂര്യൻ അസ്തമിത്താൽ வாழ்க்கை ഒരു പരിതാപமான வாழ்க்கையாக മാറിവിടും. സൂര്യൻ അസ്തമിച്ചാൽ ജീവിതം ഒരു പരിതാപകരമായ ഒരു അനുഭവത്തിലാവും. സൂര്യൻ ഉദിക്കുമ്പടിயாக നാം അവരുടെ നാമத்துக்கு ഭയപ്പെട வேண்டும். ഈ സൂര്യൻ ഉദിക്കേണ്ടുന്നതിന് തന്റെ നാമത്തെ ഭയപ്പെടുന്നവരാകണം. മൽകിയ 4-ാം അധ്യായം 2-ാം വചനത്തിലെ, മലാഖി 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അവരുടെ നാമத்துக்கு ഭയപ്പെടുகிறவர்கள் மேல் நீதியின் சூரியன் உதிக்கும், அவர்களுக்கு அவருடைய சட்டுகளின் கீழே ஆரோக்கியம் உண்டு. അവന്റെ നാമത്തെ ഭയപ്പെടുന്നവന്റെ മേൽ നീതിயின் സൂര്യൻ ഉദിക്കും, അവന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയുണ്ട്. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ஆனாலும் என் நாமத்துக்கு பயந்திருக்கிற உங்கள் மேல் நீதியின் சூரியன் உதிக்கும், அதன் செட்டைகளின் கீழ் ஆரோக்கியம் இருக்கும். நீங்கள் வெளியே புறப்பட்டு போய் கொழுத்த கன்றுகளை போல வளருவீர்கள். இன்றைக்கு கொழுத்த கன்றுகளை போல நீங்கள் வளர போகிறீர்கள். ഇന്ന് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുകിടാവുകളെ പോലെ തുള്ളിച്ചാടും. ஒருவர் இங்கிருந்து பலவீனப்பட்டவராய் போக வேண்டிய அவசியம் இல்லை. നിങ്ങളിൽ ആരും ബലഹീനരായി പോകരുത്. வியாதிப்பட்டவர்களாய் போக வேண்டிய அவசியம் இல்லை. ഒരു രോഗികളായി പോകുവാൻ പാടില്ല. ஏனென்றால் இந்த சூரியன் உதிக்கிற இடத்திலே ആരോഗ്യമുണ്ട്. എന്തെന്നാൽ ഈ സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് ഒരു ആരോഗ്യമുണ്ട്. ബലവീനപ്പെട്ട മനുഷ്യരും കൊഴുത്ത കണ്ടുകളെ പോലെ മാറக்கூடிய ഒരു ശക്തി இந்த சூரியனிலிருந்து வெளிப்படுகிறது. ബലഹീനപ്പെട്ട മനുഷ്യനെ പോലും കൊഴുത്ത പശുകിടാവിനെ പോലെ തുള്ളിച്ചാടുമാറാക്കുന്ന ഒരു പ്രകാശമുണ്ട്. ஆனால் அவருடைய நாமத்துக்கு பயப்பட வேண்டும். എന്നാൽ അതിനായി നിങ്ങൾ ദൈവത്തിന്റെ ആ നല്ല നാമത്തെ ഭയപ്പെടണം. മനുഷ്യൻ ദേവന്റെ നാമத்துக்கு பயப்படுகிறான் என்பது எப்படி தெரியும்? ഒരു മനുഷ്യൻ ദൈവനാമത്തെ ഭയപ്പെടുന്നു എന്നുള്ളത് എങ്ങനെ അറിയാം? പലർ ദേവന്റെ വചനങ്ങളെ കേട്ടപ്പോൾ ഭയந்தவர்களுണ്ട്. പലരും ദൈവവചനത്തെ കേട്ട് ഭയപ്പെട്ടവരുണ്ട്. ഫെലിക്സ് എന്ന ഒരു രാജാ പരിശുദ്ധത്തെ കുറിച്ച് പൗൽ പേசும்போது അവനക്ക് നടുക്കം വന്നുവിട്ടത്. ഫെലിക്സ് എന്നൊരു രാജാവ് പൗലോസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ഭയമുണ്ടായി. അനേകർക്ക് ഭയം നടുക്കം ആണ്ടവരുടെ വാർത്തകളെല്ലാം കേട്ടപ്പോൾ ഉണ്ടായിട്ട്. അനേകർക്കും ഭയവും നടുക്കവും വിറയലുമൊക്കെ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. அந்த பயம் தேவன் எனக்கு பயப்படுகிற பயம் என்று ஆண்டவர் சொல்லவில்லை. എന്നാൽ ഇതാണ് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഭയം എന്ന് ദൈവം പറഞ്ഞില്ല. നീതിമൊഴികൾ 8-ാം അധ്യായം 13-ാം വചനത്തിற்கு വേദപുസ്തകത്തെ തിരുപ്പുമ്പോൾ സദൃശ്യവാക്യം 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ, ഒരു മനുഷ്യൻ തീമയെ വിട്ട് വിലകി ജീവിപ്പതുതാൻ കർത്തർക്ക് ഭയപ്പെടുகிற ഭയം. ഒരു മനുഷ്യൻ തിന്മയിൽ നിന്ന് ദോഷത്തെ വെറുക്കുന്നതാണ് യഹോവഭക്തി എന്ന് കാണുന്നു. യഹോവഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. தீமையை வெறுப்பதே கர்த்தருக்கு பயப்படும் பயம். பெருமையையும் அகந்தையையும் தீய வழியையும் புரட்டு வாயையும் நான் வெறுக்கிறேன். பாருங்கள், தீமையை வெறுப்பதே கர்த்தருக்கு பயப்படுகிற பயம். ദോഷത്തെ വെറുക്കുന്നതാണ് യഹോവഭക്തി. പെരുമൈ, അഹന്തൈ, ഡംഭം, അഹങ്കാരം, തീയ വഴി, ദുർമാർഗം, വക്രത, പുരട്ടുവായെ ഞാൻ വെറുக்கிறேன்.
വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. தேவனுக்கு பயப்படுகிற பயம் என்று சொல்வது தீமையான காரியத்தை வெறுத்து ஜீவிக்கிற ஜீவியம். യഹോവ ഭക്തി എന്ന് പറയുന്നത് ദോഷത്തെ വെറുത്ത് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. மனுஷனுடைய இருதயமானது தீமையை இழுக்கக்கூடிய வாஞ்சிக்கக்கூடிய ஒரு இருதயமாக இருக்கிறது. മനുഷ്യന്റെ ജീവിതം അത് തിന്മയെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നാണ്. ஆனால் ஒரு மனிதன் இந்த சூரியன் உதித்து இந்த தெய்வீகத்தை அடையும் போது അവൻ തീമയെ വെറുക്കக்கூடிய ഒരു മനുഷ്യനാக இருக்க வேண்டும். എന്നാൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒരു സൂര്യൻ ഉദിച്ച് ഒരു ദൈവിക അനുഭവത്തിലേക്ക് മാറുമ്പോൾ അവൻ ദോഷം വിട്ട് അകലുന്നവനാകും. അവൻ തീമയെ വിട്ട് വെറുക്കാமல் தீமையோடு சேர்ந்து ஜீவித்தால் கர்த்தர் அவனுடைய வாழ்க்கையிலே ஒருபோதும் அந்த உதித்து நன்மையை செய்ய முடியாது. അവൻ ദോഷം വിട്ട് അകലാതെ ആ ദോഷത്തിൽ തന്നെ ജീവിക്കുന്നവനാണെങ്കിൽ ദൈവം അവനിൽ ഉദിച്ച് അവന് വേണ്ടി നന്മ ചെയ്യുവാൻ തനിക്ക് കഴിയില്ല. இன்றைக்கு अनेक தேவனுடைய ஜனங்கள் அவர்கள் தீமையோடு சேர்ந்து ஜீவிக்கிறார்கள். ഇന്ന് അനേക ജനങ്ങൾ ഇതുപോലെ തിന്മയോട് ചേർന്ന് ജീവിക്കുന്നവരായിത്തീരും. தீமையை விட்டு விலகி ஓடுகிற ஒரு ஜீவியம் அவர்களுக்கு இல்லை. ദോഷം വിട്ട് വിലകി പോകുന്ന ഒരു ജീവിതം അവർക്കില്ല. எனவே தேவன் அவர்களுக்கு செய்ய வேண்டிய നന്മയെ അവർക്ക് ചെയ്യ തടയാക இருக்கிறது. ആകയാൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്യുവാനുള്ള നന്മകൾ ചെയ്യുവാൻ ദൈവത്തെ തടസ്സപ്പെടും. 2 കൊരിന്ത്യർ 6 அதிகாரத்தில் நாம் வாசிக்கும்போது കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 6 അധ്യായം വായിക്കുമ്പോൾ அங்கே நாம் என்ன வாசிக்கிறோம்? അവിടെ നാം വായിക്കുന്നു 14வது வசனத்திலே 14 വാക്യം, അന്യ നുഖത്തിലെ അവിശ്വാസികളുടൻ നിങ്ങൾ പിണയ്ക്കപ്പെടാതിരുപ്പീர்களாக. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாவதாக. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. தமிழிலே வாசிங்க. அந்நிய நுகத்திலே அவிசுவாசிகளுடன் பிணைக்கப்படாதிருப்பீர்களாக. நீதிக்கும் அநீதிக்கும் சம்பந்தமேது, ஒளிக்கும் இருளுக்கும் ஐக்கியமேது. அங்கே 5 காரியங்களை குறித்து சொல்லப்பட்டிருக்கிறது. അവിടെ ഒരു 5 കാര്യങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയും. അവിശ്വാസികളുடன் വിശ്വാസികൾ പിണയ്ക്കപ്പെടக்கூடாது. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. അനീതിക്കും സംബന്ധമിல்லை. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ ചേർച്ചയിൽ, ഒളിക്കും ഇരുളുക്കും ഐക്യമിல்லை. വെളിച്ചത്തിന് ഇരുളിനോടും യാതൊരു കൂട്ടായ്മയുമില്ല. 4வது கிறிஸ்துவுக்கும் பேலியாளுக்கும் இசைவில்லை. ക്രിസ്തുവിനും ബലിയാളിനും തമ്മിൽ ഒരു പൊരുത്തവുമില്ല. 5வது വിഗ്രഹങ്ങൾക്കും ദേവന്റെ ആലയത്തിനും സംബന്ധമിல்லை. അടുത്തത് വിശ്വാസിക്കും അവിശ്വാസിക്കും തമ്മിൽ ഒരു ബന്ധമില്ല. அப்ப இதுல இருக்கிற தீமைகளை ஆண்டவர் சொல்லுகிறார். ഇതിലുള്ളതായ തിന്മകളെ കുറിച്ച് അവിടെ കാണുന്നു. അവിശ്വാസിയോട് നീ പിണയ്ക്കപ്പെടുന്നത് തീമയോട് നീ ഇണൈந்து ജീവിക്കുന്ന ജീവിയം. അവിശ്വാസികളോട് ഇണകൂടുന്നത് തിന്മയോട് ചേർന്ന് ജീവിക്കുന്നതാണ്. അനീതിയോട് സംബന്ധപ്പെട്ട് ജീവിപ്പത് തീമയോട് ചേർന്ന് ജീവിക്കുന്ന ജീവിയം. അനീതിയോട് ചേർന്ന് ജീവിക്കുന്നത് തിന്മകരമായ ഒരു ജീവിതം ചെയ്യുന്നതാണ്. ചിലർക്കുള്ള ദേവൻ ഉദിക്ക முடியவில்லை. ചിലരിൽ ദൈവത്തിന് ഉദിപ്പാൻ കഴിയുന്നില്ല. ஏனென்றால் இவர்களுடைய தீமையை விட்டு விலகி ஓட மாட்டேங்கிறார்கள். തിന്മയിൽ നിന്ന് ഇവർക്ക് വിട്ടു വിലകി പോകുവാൻ കഴിയുന്നില്ല. നാം വേദത്തിൽ വാസിക്കുമ്പോൾ ദൈവവചനത്തിൽ കാണുമ്പോൾ സൗലയും യോനത്താനെയും ദാവീദെയും കുറിച്ച് പാർக்கிறோம். സൗലിനെയും യോനഥാനെയും ദാവീദിനെയും കുറിച്ച് കാണുന്നു. സൗലും യോനത്താനും തകപ്പനും മകനും. സൗലും യോനഥാനും അപ്പനും മകനുമാണ്. ஆனால் தாவீதும் யோனத்தானும் அவர்கள் மிகுந்த സ്ത്രീകളിൻ സ്നേഹത്തെ പാർക്കലും അധിക സ്നേഹമുള്ളവர்கள். എന്നാൽ ദാവീദും യോനഥാനും തമ്മിൽ അവർ വളരെ ഏറിയ സ്ത്രീകളെക്കാളും വലിയ സ്നേഹമുള്ളവരായിരുന്നു. സൗலை വിട്ട് ആണ്ടവർ പിരിந்து വിട്ടാர். അവൻ ഒരു അവിശ്വാസിயாக മാറിவிட்டான். സൗൽ തന്നെ വിട്ട് പിരിഞ്ഞപ്പോൾ അവൻ ഒരു അവിശ്വാസിയായി മാറി. குறி சொல்ற സ്ത്രീയിടത്തിൽ പോകുகிறான். ശുദ്രപ്രയോഗം നടത്തുന്നവരുടെ അടുക്കൽ പോകുന്നു. இப்படி தேவனை விட்டு அவன் விலகி போய் விட்டான். ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അവൻ വിലകിപ്പോയി. ஆனால் இந்த தாவீதோ கர்த்தரோடு ஒன்றி இருக்கிறான். എന്നാൽ ദാവീദോ അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു. அவன் ஒரு அருமையான நல்ல ஒரு தேவனுடைய விசுவாசிக்கு ஐக்கியமாக அவன் ஒரு தேவனுடைய பிள்ளைக்கு விசுவாசிக்கு அவன் ஒரு அடையாளமாக இருக்கிறான். ദാവീദിനെ നോക്കുമ്പോൾ ഒരു നല്ല ദൈവ പൈതലിന് ദൈവവിശ്വാസിക്ക് തുല്യനായി കാണും. இதற்கு நடுவுல யோனத்தான் இருக்கிறான். ഇതിന് നടുവിൽ യോനഥാൻ ഉണ്ട്. இந்த யோனத்தானுக்கு 2 பேரையும் தெரியும். ഈ യോനഥാന് ഇവരെ 2 പേരെയും അറിയാം. இந்த சவுலுக்குள்ள இருக்கிற தீமை அவனுக்கு தெரியும். ശൗലിനുള്ളിലുള്ളതായ തിന്മയെ അറിയാം. இந்த தாவீதுக்குள்ள இருக்கிற வெற்றிகரமான காரியங்கள் அவனுக்கு தெரியும். ദാവീദിന്റെ ഭാഗത്തുള്ള ജയകരമായ അനുഭവങ്ങളും അറിയാം. അവൻ என்ன சொல்லுகிறான்? താൻ എന്ത് പറയുന്നു? தாவீது ராஜாவா வரும்போது நான் 2வதாக இருப்பேன். ദാവീദ് രാജാവായി വരുമ്പോൾ ഞാൻ അവിടെ 2ാം സ്ഥാനത്തുണ്ടാകും. ஏனென்றால் தாவீது ராஜாவாக வருவான் என்ற சத்தியம் அவனுக்கு தெரியும். എന്തെന്നാൽ ദാവീദ് ഒരു രാജാവായി വരുമെന്ന് അവൻ അറിയാം. ஆனால் அதே சந்தர்ப்பத்தில் அந்த தீமையை விட்டு விலகி
அவனுக்கு அந்த விசுவாசியோட ஐக்கியமா இருக்க அவனுக்கு முடியவில்லை. എന്നാൽ അവന് ആ തിന്മയിൽ നിന്ന് മാറി വിശ്വാസികളോട് ഐക്യമായിരിക്കാൻ അവന് കഴിയുന്നില്ല. அந்த தீமையான காரியங்களை விட்டு விலகி ஓட அவனுக்கு மனதில்லாதபடியினால் തിന്മയായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു വിലകുവാൻ അവന് കഴിയായിക കൊണ്ട് சவுல் மரித்த போது யோனத்தானும் மரித்து விட்டான். അപ്പോൾ അത് നിമിത്തം ശൗൽ മരിച്ചപ്പോൾ തന്നെ യോനഥാനും മരിപ്പാൻ அந்த வேறுபாட்டின் ஜீவியத்தை காத்து தீமையை விட்டு விலகக்கூடிய பயம் അവനക്ക് ഇല്ലാமல் പോയിവിട്ടത്. അവൻ തന്റെ ജീവിതത്തെ വേർപാടിനോട് ചേർത്ത് തിന്മയിൽ നിന്ന് വിലകുവാനുള്ള ഒരു ചിന്ത തന്നെ ഇല്ലാതായി. ഇன்றைக்கும் நீ பல நன்மைகளை தேவனுடைய ஜனத்திற்கு தேவனுடைய பிள்ளைகளுக்கு செய்து கொண்டிருக்கலாம் யோனத்தானை போல. ஆனால் உன்னுடைய ஐக்கியம் தீமையை விட்டு விலகி நீ വിശ്വാസികളോട് ദേവജനത്തോട് ഉன்னுடைய ഐക്യത്തെ കാത്തു കൊണ്ടിരിക്കുകയാ. ഇന്നും ദൈവം തന്റെ ജനത്തിന് നന്മ ചെയ്യുന്നു, എന്നാൽ തിന്മയിൽ നിന്ന് വിലകാതെ ദൈവിക അനുഭവങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്നുവോ? അനീതിയെ വിട്ട് വിലകി നീ ജീവിക്കുകയാ. അനീതിയിൽ നിന്ന് വിലകി നീ ജീവിക്കുന്നുവോ? அந்த லோத்து அநீதியோடு ஐக்கியப்பட்டிருந்தான். ലോത്ത് അധർമ്മത്തിൽ ഐക്യപ്പെട്ടവനായിരുന്നു. சோதோம் அந்த தேசம் அநீதி நிறைந்த உலகம் என்று அவனுக்கு தெரியும். സോദോം എന്നത് അധർമ്മം നിറഞ്ഞൊരു ദേശമാണെന്ന് തനിക്കറിയാം. அங்கே இருந்தவனுக்கு விலகி ஓட மனது இல்லை. എന്നാൽ അവിടെ നിന്ന് തനിക്ക് വിലകി പോകുവാൻ മനസ്സുണ്ടായിരുന്നു. അവൻ அதை வாஞ்சித்து அங்கே போய் பிரவேசித்தான். അവൻ അവിടെ ആഗ്രഹം തോന്നി അവിടെ തന്നെ വസിച്ചു. இப்பொழுது நீங்கள் சாட்சியிலே கேட்டீர்களே, ഇപ്പോൾ നിങ്ങൾ സാക്ഷിയിൽ കേട്ടല്ലോ, வேலை செய்த ஒரு இடம் ஆண்டவர் சொல்லுகிறார் இந்த இடத்துல இருக்காதே நீ விலகி ஓடு என்று சொன்னபோது ஓடுனதனால அவர் രക്ഷപ്പെട്ടാர். ആ സ്ഥാനത്ത് നിന്ന് നിൽക്കരുതെന്ന് ദൈവം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വിലകിപ്പോയത് കൊണ്ട് താൻ രക്ഷ പ്രാപിച്ചു. வாழ்க்கையில் அநீதி தீமை எது என்று தெரிந்தும் அதை விட்டு விலகி ஓடாத மனிதன் தன் வாழ்க்கையில தப்ப முடியாது. ജീവിതത്തിൽ അധർമ്മവും തിന്മയും ഏതെന്ന് അറിഞ്ഞിട്ടും അവിടെ നിന്ന് വിട്ട് വിലകി പോകാതൊരുവൻ അവൻ നാശത്തിന്റെ അനുഭവങ്ങളിൽ சூரியன் உதிக்க முடியாது. അവനിൽ സൂര്യൻ ഉദിപ്പാൻ കഴിയില്ല. சூரியன் பிரகாசிக்க வேண்டுமானால் அவனுக்கு தேவனுக்கு பயந்து தீமைகளை விட்டு அவன் விலகி ஓட வேண்டும். അവനിൽ സൂര്യൻ ഉദിക്കണമെങ്കിൽ അവൻ തിന്മയിൽ നിന്ന് അധർമ്മത്തിൽ നിന്ന് വിലകി മാറണം. அருமையான தேவனுடைய பிள்ளைகளே, ஆண்டவர் சொல்லுகிறார் நீ தீமையை விட்டு விலகி ஓடினால் கர்த்தர் உனக்கு நன்மை செய்வார். ദൈവവചനം പറയുന്നു, നീ തിന്മയിൽ നിന്ന് അധർമ്മത്തിൽ നിന്ന് വിലകിയാൽ ദൈവം നിനക്ക് നന്മ ചെയ്യും. നീ ഇരുളോട് ഒളിയും ഇരുളുക്കും ഐക്യം ഇല്ലേ. വെളിച്ചത്തോട് ഇരുളിന് യാതൊരു കൂട്ടായ്മയും ഇല്ല. നീ ഒളിയിലെ വന്നും ഇന്ന് ഇരുളോട് നീ ഐക്യപ്പെടാതെ, വെളിച്ചത്തിൽ വന്നിട്ട് നീ വീണ്ടും ഇരുളിനോട് കൂട്ടായ്മ കൂടരുത്. നീ ക്രിസ്തുവോട് ഐക്യപ്പെട്ടു പേലിയാളോട് ഇസൈந்து ജീവിക്കാതെ, നീ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിട്ട് ബെലിയാലും തമ്മിൽ ഒരു പൊരുത്തം കൂടരുത്. സിംസോൻ തെലീലാളോട് പണ്ണിന ഐക്യം താൻ അവൻ வாழ்க்கையை വിള பண்ணிட்டு. സിംസോൻ ദലീലയോട് ചെയ്തതായ ഒരു ഐക്യമാണ് തന്റെ ജീവിതത്തിന്റെ വീഴ്ചയ്ക്ക് കാരണമായത്. ഇസ്രായേൽ ജനങ്ങൾ മോവാബിയരോട് ഐക്യപ്പെട്ട ഐക്യം അവരുടെ வாழ்க்கையிலே ജയം കൊണ്ടവരെ വിള பண்ணிட்டு. ഇസ്രായേൽ ജനം മോവാബ് ദേശക്കാരോട് ചേർന്ന ഐക്യം അവർ തന്റെ ദൈവപദ്ധതിയിൽ നിന്ന് വീണുപോകുവാനിടയായി. നാഗമാനോട് ഉണ്ടെന്ന ഐക്യം അവനുடைய வாழ்க்கையிலே അവനുക്കും அந்த பாவத்தின் குஷ்டம் അവനുക്കുள் പ്രവേശിച്ചത്. ഗേഹസി നയമാനോട് ചെയ്തതായ ആ ഒരു ന്യായ നിമിത്തം അവന്റെ ജീവിതത്തിൽ കുഷ്ഠം വന്ന് പ്രവർത്തി. தீமையை விட்டு விலகி ஓடும்படியாக ஆண்டவர் எச்சரிக்கிறார். തിന്മയിൽ നിന്ന് വിലകി പോകേണ്ടതിന് ദൈവം നിന്നെ ചൂണ്ടിക്കാണിക്കും. தீமையை விட்டு விலகி ஓடுகிற மனுஷனுடைய வாழ்க்கையிலே இந்த சூரியன் ഉദിത്തുകൊണ്ടേ இருக்கும். അധർമ്മത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് വിലകി പോകുന്നവന്റെ മേൽ ഈ സൂര്യൻ ഉദിക്കുവാൻ തുടങ്ങും. இந்த மேன்மையான சத்தியத்தை அறிந்தும் உன் வாழ்க்கையிலே நீ உன்னை வேறுபடுத்தி தீமையை விட்டு விலகி ஓடுகிறாயா? ഈ സത്യത്തെ നീ കേട്ട് ഈ തിന്മയിൽ നിന്ന് വിലകി ജീവിക്കുന്നുവോ? இல்லைங்க தேவனுக்கு பயப்படுறேன் என்று சொல்லி பெலிக்ஸ் பிரசங்கம் கேட்கும் போது நடுங்கினான், ജീവിതത്തില മാറാമൽ இருந்தான். അതുപോലെ இருக்கிறாயா? എന്നാൽ ജീവിതത്തെ നീ വചനങ്ങൾ കേട്ടിട്ട് ഫെലിക്സിനെ പോലെ ഒരു ജീവിതത്തിൽ മാറ്റം വരുത്താതെ നിൽക്കുന്നുവോ? അരുமையான தேவனுடைய பிள்ளைகளே, நீ தீமைகளை விட்டு விலகி ஓடினால் தான் கர்த்தர் உதித்துக்கொண்டே இருப்பார். പ്രിയജനമേ, തിന്മയിൽ നിന്ന് അധർമ്മത്തിൽ നിന്ന് വിലകിയെങ്കിൽ മാത്രമേ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഉദിക്കുകയുള്ളൂ. இந்த பூமியிலே இப்படிப்பட்ட ஒரு இருள் അന്ധകാരം இருக்கிறது மட்டுமல்ல, ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ളതായ ഒരു തിന്മ, ഒരു ഇരുൾ ഉള്ളത് മാത്രമല്ല, இந்த உலகத்தை ஒரு பயங்கரமான இருள் காரிருள் மூட போகிறது. ഈ ഭൂമിയെ ഒരു വലിയൊരു കൂരിരുട്ട് മൂടുവാൻ പോകുന്നു. அருமையான தேவனுடைய பிள்ளைகளே, அந்த நாள் சீக்கிரமாய் வரப்போகிறது. പ്രിയ ദൈവജനമേ, ആ നാൾ അതിവേഗം അടുത്തു വരുവാൻ പോകുന്നു. அந்த கொடிய நாளுக்கு ஒவ்வொரு தேவனுடைய பிள்ளைகளும் தப்புவிக்கப்படும்படியாக அவர்கள் மேல் நீதியின் சூரியன் ഉദിത്തുകൊണ്ടേ இருக்க வேண்டும். ആ ദിവസം അവന്റെ മേൽ കണിയായി വരാതിരിക്കേണ്ടതിന് അവൻ നീതിயின் സൂര്യൻ അവന്റെ മേൽ ഉദിക്കുവാൻ ഇടം കൊടുക്കണം. அருமையான தேவனுடைய பிள்ளைகளே, நியாய தீர்ப்பு நிமித்தம் இருள் வந்தது என்று நாம் பார்த்தோம். ന്യായവിധി നിമിത്തം ഇരുൾ വന്നു എന്ന് നാം കണ്ടല്ലോ. இந்த பூமியிலே
தம்முடைய ஜனத்தை ஆண்டவர் எடுத்துக்கொள்ள போகிறார். ഈ തന്റെ ജനത്തെ ദൈവം തന്റെ പദ്ധതിയിൽ എടുക്കുവാൻ പോകുന്നു. அவர் சீக்கிரம் வெளிப்பட போகிறார். നമ്മുടെ കർത്താവ് അതിവേഗം വരാൻ പോകുന്നു. அவரை தம்முடைய பிள்ளைகளை எடுக்கும்போது തന്റെ ജനത്തെ അവൻ എടുക്കുമ്പോൾ இந்த பூமியிலே அவருடைய கோபம் பற்றி எரிய போகிறது. ഈ ഭൂമിയിൽ തന്റെ കോപം പറ്റിയെരിയും. அந்த கோபம் பற்றி எரியும் போது തന്റെ ക്രോധം ഈ ഭൂമിയിൽ പറ്റിയെരിയുമ്പോൾ பூமியிலே பயங்கரமான திகைப்பு உண்டாகும். ഈ ഭൂമിയിൽ വലിയ ഭീതിയും ഉണ്ടാകും. இந்த பூமியிலே பயங்கரமான கலக்கம் உண்டாகும். ഈ ഭൂമിയിൽ വലിയ കലക്കങ്ങൾ ഉണ്ടാകും. எந்த இடத்திலேயும் இளைப்பாறுதல் பார்க்க முடியாது. എവിടെയും ഒരു സ്വസ്ഥത ഉണ്ടാകില്ല. எந்த இடத்திலேயும் நம்பிக்கைக்குரிய ஒரு காரியம் இருக்காது. എങ്ങും ഒരു പ്രത്യാശയ്ക്കുള്ള കാരണങ്ങൾ ഉണ്ടാകില്ല. பயங்கரமான ஒரு கொடூரமான காலம், கூரிருள், இருள் வரப்போகிறது. ഒരു ഭയങ്കരമായ കൂരിരുട്ട് വരാൻ പോകുന്നു. வேதம் அதை ராத்திரி என்றும் நடுராத்திரி என்றும் சொல்லுகிறது. വചനം അതിനെ സന്ധ്യ എന്നും അർദ്ധരാത്രി എന്നും കാണുന്നു. ஆனால் அந்த ராத்திரியிலே, அந்த இருளிலே ஒரு தேவனுடைய பிள்ளை மாட்டிக்கொள்ளாதபடி சூரியனை அணிந்திருக்க வேண்டும். എന്നാൽ ആ അന്ധതമസ്സിൽ അവൻ വീണു പോകാതിരിക്കേണ്ടതിന് അവൻ സൂര്യനെ ധരിച്ചുകൊള്ളണം. அந்த சூரியனிலிருந்து பெற்றுக்கொள்ள வேண்டிய ஆசீர்வாதங்களை அவன் பெற்றுக்கொள்ள வேண்டும். ആ സൂര്യനിൽ നിന്ന് പ്രാപിക്കേണ്ടുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ അവൻ പ്രാപിച്ചുകൊള്ളണം. அந்த சூரியனை அணிந்திருக்காத மனிதன், அந்த வாழ்க்கையிலே தரிக்காத மனிதன் உண்மையாகவே அந்த இருளுக்கு தப்பிக்கொள்ள முடியாது. ആ സൂര്യനെ കാണാത്ത, അതിനെ ധരിക്കാത്തവൻ ആ അന്ധതമസ്സിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയുന്നതല്ല. அந்த இருள் இந்த பூமியிலே எப்படி வரும்? ആ ഇരുൾ ഈ ഭൂമിയിൽ എങ്ങനെ വരും? அது தேவனுடைய பெரிய கோபமாக வருகிறது. അത് ദൈവത്തിന്റെ ഒരു ക്രോധ തുല്യമായി വരും. அதன் நிமித்தம் மனுஷர்கள் பயங்கரமான வாதையினால் வாதிக்கப்பட போகிறார்கள். അത് നിമിത്തം മനുഷ്യരൊക്കെ വലിയ ബാധകളിൽ ഉൾപ്പെട്ടവരാകും. வெளிப்படுத்தல் 16ஆம் அதிகாரம், വെളിപ്പാട് പുസ്തകം 16ആം അധ്യായം முதல் வசனத்திலிருந்து வாசிக்கும் போது പ്രാരംഭ വചനങ്ങൾ തുടങ്ങി വായിക്കുമ്പോൾ தேவனுடைய கோப கலசங்கள் பூமியிலே ஊற்றப்பட போகிறது. ദൈവത്തിന്റെ ക്രോധകലശം ഈ ഭൂമിയിൽ ഊറ്റപ്പെടുവാൻ പോകുന്നു. அது முதலாவது கோப கலசம் ஊற்றப்பட்ட போது, ആദ്യത്തെ ക്രോധകലശം ഊറ്റപ്പെടുമ്പോൾ வெளிப்படுத்தல் 16ஆம் அதிகாரம் 2ஆம் வசனத்திலே, വെളിപ്പാട് 16ആം അധ്യായത്തിന്റെ 2ാം വാക്യം, அருமையான தேவனுடைய பிள்ளைகளே, மனுஷர் மேலெல்லாம் கொடிய புண்கள் வந்தது. അന്ന് മനുഷ്യന്റെ മേൽ കൊടിയ വ്രണങ്ങൾ ഉണ്ടായി. சாதாரண புண்கள் அல்ல, സാധാരണമായതൊന്നല്ല, கொடிய புண்கள் வந்தது. ദുർവ്രണങ്ങൾ ഉണ്ടായി. அதற்கு காரணம் என்ன? അതിന് കാരണം എന്താണ്? அருமையான தேவனுடைய பிள்ளைகளே, அந்த நாளிலே ஜனங்கள் இந்த பூமியிலே ஆண்டவருடைய வார்த்தை, ஆண்டவருக்கு கீழ்ப்படியாத ஜனங்கள் மேல் ஆண்டவருடைய நியாய தீர்ப்பு வந்து இறங்க போகிறது. അതിന് കാരണം എന്താണ്? ആ ദൈവത്തിന് അനുസരിക്കാത്തവരുടെ മേൽ വന്ന ഒരു ന്യായവിധിയാണ്. இன்றைக்கு இந்த நீதியின் சூரியனை குறித்து எவ்வளவோ சொன்னாலும் செவி கொடுக்காமல் இந்த நீதியின் சூரியனை தள்ளுவருடைய வாழ்க்கை ஒரு கூரிருளுக்குள், ஒரு பயங்கரமான இருளுக்குள் മാറ്റിക്കൊള്ള പോകുന്നത്. ഇന്ന് ഈ വചനത്തിന് ചെവി കൊടുക്കാത്ത ഒരു മനുഷ്യന്റെ ജീവിതം ഒരു അന്ധതമസ്സിലേക്ക്, ഒരു കൂരിരുട്ടിലേക്ക് അത് മാറ്റപ്പെടും. அன்றைக்கு என்ன நடக்கும்? അന്നത് എന്ത് സംഭവിക്കും? அருமையான தேவனுடைய பிள்ளைகளே, இந்த பூமியில் இருக்கிற மனுஷர்கள் 666 என்று சொன்ன മുദ്രയെ ധരിച്ചു കൊള്ളുവാர்கள். അന്ന് ആ മനുഷ്യരൊക്കെയും 666 എന്നുള്ള ഒരു മുദ്ര ധരിക്കേണ്ടി വരും. அந்த முத்திரை எதற்காக? ആ മുദ്ര എന്തിനായി? அந்த முத்திரையை தரிக்காதவன் விற்கவோ வாங்கவோ முடியாது. ആ മുദ്ര ധരിക്കാതൊരുവന് വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയുന്നില്ല. அந்த முத்திரையை தரிக்காத மனிதனுடைய வாழ்க்கையில் അവൻ ബാങ്കിൽ പോനാ പണം എടുക്ക മുടിയാതെ. ആ മുദ്ര ലഭിക്കാത്തൊരുവന് ബാങ്കിൽ ചെന്നാൽ പണം എടുപ്പാൻ കഴിയത്തില്ല. അവൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി പൊരുൾ വാങ്ങിനാൽ அந்த பில் அவனுக்குள்ள, அந்த பில்லில் அவனுக்கு பணம் எடுக்க முடியாது. ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് സാധനം വാങ്ങിച്ചാലും അവന് പണം കൊടുത്ത് വാങ്ങുവാൻ കഴിയുന്നതല്ല. ഇനി ഡിജിറ്റൽ മണിயாக വരും. ഇനി ഡിജിറ്റൽ കറൻസി മണിയായി മാറും. அப்படி மாறும்போது அவனால ஒன்றுமே செய்ய முடியாது. അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. அப்பொழுது மனிதர்கள் என்ன செய்வார்கள்? അന്ന് മനുഷ്യർ എന്ത് ചെയ്യും? அந்த முத்திரையை தரிப்பார்கள். അന്ന് അത് നിമിത്തം ആ മുദ്ര ധരിക്കേണ്ടി വരും. சிறியோர்கள், ചെറിയവർ, பெரியோர்கள், വലിയവർ, அடிமைகள், അടിമകൾ, சுவாதீனர், സ്വതിഷ്ഠർ, எல்லாரும் அதை தரிப்பார்கள். അതെല്ലാവരും അത് ധരിക്കേണ്ടി വരും. அதற்கு அடையாளமாக தான் நமக்கு இப்ப ആധാർ കാർഡ് കൊടുക്കപ്പെട്ടിരിക്കുന്നത്. അതിനൊരു അടയാളം പോലാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന ആധാർ കാർഡ്. அந்த முத்திரையை தரிக்க வேண்டிய இடம் அது நெற்றியில என்றும் പെരുവിരൽ എന്നും കൈയിൻ പെരുവിരൽ എന്നും വാസിக்கிறோம். അത് ധരിക്കേണ്ടത് നമ്മുടെ നെറ്റിയിലും കൈയുടെ വിരൽ ഭാഗമത്തുമാണെന്ന് കാണുന്നു. எனவே தான் கொரோனா வரும்போது ஹீட் எந்த அளவுக்கு இருக்கிறது നെറ്റിയിലും വലത് കൈയിലും வைத்து பார்த்தார்கள். ഇതിനൊരു തുല്യ കാരണമാണ് കൊറോണ വന്നൊരു സമയത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഊഷ്മാവ് അറിയുവാൻ ആ മിഷൻ നെറ്റിയിലും നമ്മുടെ കയ്യിലും വെച്ച് നോക്കാറുണ്ടായിരുന്നു. വെളിപ്പെടുത്തൽ 13ആം അധികാരം
16வது வசனத்தில் இந்த சத்தியத்தை நாம் வாசிக்கிறோம். വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം ഈ വചനങ്ങൾ കാണുന്നു. ஆனால் அருமையான தேவனுடைய பிள்ளைகளே, എന്നാൽ പ്രിയ ജനമേ, இந்த முத்திரையை தரித்த மனிதர்கள், ഈ മുദ്ര ധരിച്ച മനുഷ്യർ அன்றைக்கு எல்லா விதத்திலும் அந்த அந்தி கிறிஸ்து வணங்கி கொண்டிருக்கிற நாட்களிலே, ഇത് അന്ത്യക്രിസ്തുവിനെ എതിർ ക്രിസ്തുവിനെ വണങ്ങുന്നതായ നാളിൽ தேவனுடைய கோப கலசம் ஊற்றப்படும். അന്ന് ദൈവത്തിന്റെ ക്രോധകലശം ഊറ്റപ്പെടും. அப்பொழுது இந்த முத்திரை தரித்த அந்த முத்திரை தரித்தத மனிதர்களுடைய சரீரத்திலே அந்த அந்த ஒரு கிளைமேட்ல மரித்த அந்த தரித்த அந்த முத்திரையானது இன்னொரு கிளைமேட் மாறின உடனே அவனுடைய சரீரத்துல கொடிய புண்கள் வரும். ഈ മുദ്രയെ ധരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ അന്ന് കാണുമ്പോൾ കാലാവസ്ഥയുടെ മാറ്റം പ്രകാരം ഈ ക്രോധകലശം ഊറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസ നിമിത്തം അവന്റെ ശരീരത്തിൽ ദുർവ്രണങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങും. ഭയങ്കര ദുർനാറ്റമായിരിക്കും. കൊറോണ കൊണ്ടുപോയി തനിയാ വയ്ത്തത് പോലെ അവളെ തനിയാ വയ്ത്ത് വിടുവാർ. കൊറോണയുടെ കാലത്ത് തനിച്ച് മാറ്റി നിർത്തിയതുപോലെ മാറ്റി നിർത്തേണ്ടി വരും. പിള്ളേരുടെ കല്യാണത്തിന് അവർ വര മുടിയാതെ. കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് വരുവാൻ കഴിയത്തില്ല. തായെ പാർക്ക മുടിയാതെ. അപ്പനമ്മമാരെ കാണുവാൻ കഴിയത്തില്ല. അവരെ പോയി പാർക്ക മുടിയാതെ. ഇവർക്ക് അവരെയും കാണുവാനൊക്കില്ല. കൊടിയ നാറ്റമുണ്ടാകും. അങ്ങനെ വളരെ നാറ്റമുണ്ടാകും. எனவே தான் அருமையான தேவனுடைய பிள்ளைகளே, ആകയാൽ പ്രിയ ദൈവജനമേ, വെളിപ്പെടുത്തൽ 14-ാം അധ്യായം 11-ാം വചനത്തിലെ, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, இரவும் பகலும் உங்களுக்கு இளைப்பாறுதல் இருக்காது. രാവും പകലും അവർക്ക് ആശ്വാസം ഉണ്ടാകില്ല. ஏனென்றால் എന്തെന്നാൽ இந்த ஆண்டவருடைய கோபகலசம் இந்த பூமியில ஊற்றப்பட்ட போது, ഈ ദൈവത്തിന്റെ ക്രോധകലശം ഈ ഭൂമിയിൽ ഊറ്റപ്പെടുമ്പോൾ பூமியில பயங்கரமான உஷ்ணம் ഉണ്ടാകും. ഈ ഭൂമിയിൽ ഭയങ്കരമായ ഉഷ്ണം, ചൂടുണ്ടാകും. இந்த உஷ்ணத்தின் நிமித்தமாக ഈ ചൂട് നിമിത്തമായി இந்த சிப்பு சரியாக வேலை செய்யாது. ഈ വെച്ചിരിക്കുന്ന ചിപ്പ് അത് ശരിയായി പ്രവർത്തിക്കില്ല. പവർ சரியா கிடைக்காது. അതിന് വേണ്ടുന്നതായ ആ പവർ കിടക്കില്ല, ശക്തി ലഭിക്കില്ല. ഫിക്സ് വരും. ആ മനുഷ്യനിൽ അത് ഫിക്സ് പോലുള്ള രോഗങ്ങളുണ്ടാവും. ഫിക്സ് പോലുള്ള രോഗങ്ങളുണ്ടാവും. വെട്ടി ഇളുക്കും. അവൻ മനുഷ്യനെ വെട്ടി വലിക്കുവാൻ ഒന്നും ചെയ്യാൻ മുടിയാതെ. അവനാൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. വെളിപ്പെടുത്തൽ 14-ാം അധ്യായം 11-ാം വചനത്തിലെ, അതേലാണ് 14-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ, இரவும் பகலும் அவங்களுக்கு இளைப்பாறுதல் இருக்காது. അവർക്ക് രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല. മൂളയിൽ இருக்கிற நரம்புக்கு ரெஸ்ட் இருக்காது. അവരുടെ ഞരമ്പിന് ബുദ്ധിക്ക് ഒരു ഒട്ടും റെസ്റ്റ് ഉണ്ടാകില്ല. இன்றைக்கு கம்ப்யூட்டரோட பழகி செல்போனில் 24 மணி நேரம் பார்த்துட்டு இருக்கிற அநேகர் അരമെന്റൽ കാമെന്റൽ മുക്കാമെന്റൽ ആയിട്ടാണ്. ഇന്ന് തന്നെ കമ്പ്യൂട്ടറിലും മൊബൈലിലുമായി നോക്കിക്കൊണ്ടിരിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ അരഭാഗം മുക്കാൽ ഭാഗമായിട്ട് അവർ ഒരു മന്ദബുദ്ധികൾക്ക് തുല്യരായി മാറിക്കഴിഞ്ഞു. മുഴുവതും ഇതെല്ലാം എങ്ങളോട് ജപിക്ക വരുന്നതിനാലും தெரியும். ഇതല്ല സത്യം. ഇത് உங்களுக்கு சொல்லுகிறோம். ഇത് ചില സത്യങ്ങളാണ്. ഞങ്ങളുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഒരു അഴകാന കുഴந்தை, ഒരു ഭംഗിയായുള്ള ഒരു കുഞ്ഞ്. அவங்க അപ്പാവും ഡോക്ടർ അമ്മാവും ഡോക്ടർ. അവരുടെ അമ്മയും അപ്പനും ഡോക്ടർമാരാണ്. അവർ വെളിനാട്ടിലെ ഡോക്ടർ. അവർ വിദേശ രാജ്യത്താണ് ഡോക്ടർ. அந்த பையனுக்கு செல்போனை கொடுத்து சாப்பாடு கொடுத்து பழக்கினாங்க. ആ കുഞ്ഞിന് കയ്യിൽ മൊബൈലും ആഹാരവും ഒക്കെ കൊടുത്തവനെ ശീലിപ്പിച്ചു. தாயுடைய முகத்தை அவனுக்கு பார்க்க முடிய மாட்டேங்குது. അവന്റെ അമ്മയുടെ മുഖം അവന് കാണുവാൻ കഴിയില്ല. யாருடைய மனுஷருடைய முகத்தை அவன் பார்க்க மாட்டான். ഒരു മനുഷ്യന്റെ മുഖവും അവൻ നോക്കില്ല. തല കീഴെ தான் பார்த்து கொண்டே இருக்கிறான். എപ്പോഴും അവൻ തലകുനിഞ്ഞവനായി താഴെ നോക്കിക്കൊണ്ട് അഴുത് കണ്ണീർ ഒടിത്തുകൊണ്ട് ഒരേ പയ്യൻ കരഞ്ഞു നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരൊറ്റ മകൻ. வாலிப பையங்களுடைய நிலவரம் பல அவர்களுக்கு சுய புத்தி இல்லாமல் இருக்கிறார்கள். യവന തലമുറകളുടെ ജീവിതത്തിൽ ഇത് ഒരു സ്വയബുദ്ധി ഇല്ലാത്ത അവസ്ഥയിലേക്ക് பண்ணி கொடுத்து குடும்பம் நடத்த முடியாமல் இருக்கிறார்கள். വിവാഹ ജീവിതത്തിന് ശേഷം കുടുംബ ജീവിതം സ്വസ്ഥമായി കാണുന്നില്ല. எனவே செல்போன்ல இருக்கிறவங்க சற்று விளங்கிக் கொள்ளுங்கள். ഇത് സെൽഫോൺ അധികം ഉപയോഗിക്കുന്നവർ ഇതിനെ മനസ്സിലാക്കി. அருமையான தேவனுடைய பிள்ளைகளே, പ്രിയ ദൈവ പൈതങ്ങളെ, அடுத்து இந்த சிப் கம்ப்யூட்டரே சரீரத்துக்குள்ள வந்த பிறகு அது எவ்வளவு பெரிய பிரச்சனையாக மாறும் என்று பாருங்கள். ഈ ചിപ്പ് അത് കമ്പ്യൂട്ടറിന് തുല്യമായി നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അത് എത്ര വലിയൊരു പ്രശ്നമായി തീരുമെന്ന് ചിന്തിച്ചുകൊള്ളേ. கோபம் இந்த பூமியில பற்றி எரிய போகிறது. ദൈവത്തിന്റെ ക്രോധം ഈ ഭൂമിയുടെ മേൽ പറ്റി എരിയും. അതൊരു കൂരിൽ ഇരുളാன നാളാ இருக்க போகிறது. അതൊരു അന്ധതമസിന്റെ നാളായിരിക്കും. അன்றைக்கு സമുദ്രത്തിൻ മേലെയും ആണ്ടവருடைய கோபகலசம் ஊற்றப்படும். അന്ന് സമുദ്രത്തിന്റെ മേലും ദൈവത്തിന്റെ ക്രോധകലശം പകരും. அதை வெளிப்படுத்தல் 16-ാം അധ്യായം 3-ാം വചനത്തിൽ വാസിக்கிறோம். അത് 16-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വെളിപ്പാടിൽ വായിക്കുന്നു. என்ன நடக்கும் தெரியுமா? എന്ത് നടക്കുമെന്ന് കാണാം. സമുദ്രത്തിൽ இருக்கிற கடல் யானை மரித்து போகும். സമുദ്രത്തിലെ ജീവജന്തുക്കളൊക്കെയും ചത്തുപോകും. കുതിരകൾ செத்து போகும். കുതിരകൾ ചാവും. மீன்கள் செத்து போகும். മത്സ്യങ്ങൾ ചാവും. ഭയങ്കര നാറ്റം കടലിൽ. വലിയ ദുർനാറ്റം ഉണ്ടാവും. കടലിൽ മീൻ പിടിക്കാൻ പോണവരെ കാണാം. മീൻ പിടിക്കാൻ പോകുന്നവരെ കാണുവാൻ കഴിയാണ്ടാവും. നേവിയിലെ വേല பார்த்தവരെ കാണാം. നേവിയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ കാണാണ്ടാവും. അയ്യോ ഭയങ്കര
അയ്യോ അത് ഭയങ്കരം. എങ്ങു പാർത്താലും കാരിരുളിൻ സത്തം, എവിടെ നോക്കിയാലും കൂരിരുട്ടിന്റെ അന്ധതമസിന്റെ ശബ്ദം. ആറുകളിലെ இந்த கோபகலசம் ஊற்றப்படும். ആറുകൾ നദികളുടെ മേൽ ഈ ക്രോധകലശം ഊറ്റപ്പെടും. അരുമയാനവர்களே, ഇതൊരു കഥയല്ല, ഇത് ഒരു കഥയല്ല. ஏனென்றால் എന്തെന്നാൽ நான் சின்ன வயசுல 3ஆம் வகுப்பு சண்டே ஸ்கூல் படிக்கும்போது, ഞാൻ ചെറുപ്രായത്തിൽ 3ാം ക്ലാസ്സിൽ സൺഡേ സ്കൂൾ പഠിക്കുന്നു. என்னுடைய சண்டே ஸ்கூல் டீச்சர் சொல்லி கொடுத்தாங்க, എന്റെ സൺഡേ സ്കൂൾ അധ്യാപകൻ പറഞ്ഞു തന്നു, ஏனோக்கும் எலியாவும் வருவாங்க, ഏനോക്കും എലിയായും വരും, உயிரோட பரலோகத்துக்கு போனாங்க, അവർ ജീവനോടെ സ്വർഗത്തിൽ പോയി, எல்லாரும் அதை பார்க்க போறாங்கன்னு சொன்னாங்க. എല്ലാവരും അത് കാണുമെന്ന് പറഞ്ഞു. நான் சொன்னேன், கதை விடாதீங்க, ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കഥ പറയരുത്, அப்படி கதை சொல்லாதீங்க, അങ്ങനെ ഒരു കഥ എന്നോട് அது പറയരുത്, எப்படி நடக்கும், അതെങ്ങനെ നടക്കും. அப்ப அந்த டீச்சர் எனக்கு சொன்னாங்க, അപ്പോൾ ആ അധ്യാപകൻ എന്നോട് പറഞ്ഞു, இந்த ரேடியோ வானொலி பெட்டி இருக்கிறது போல ஏதாவது ஒன்று வரும் என்று சொன்னாங்க. അന്ന് റേഡിയോ ഉള്ളതുപോലെ മറ്റെന്തെങ്കിലും അന്നൊന്ന് വരും എന്ന് പറഞ്ഞു. தேவன் அந்த சண்டே ஸ்கூல் டீச்சருக்கு அப்படி ஒரு ஞானம் கொடுத்தார். ആ അധ്യാപകന് സൺഡേ സ്കൂൾ അധ്യാപകൻ അങ്ങനെ ഒരു ജ്ഞാനം കൊടുത്തു. 8ஆம் வகுப்பு படிக்கும்போது, ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ வெளிநாட்டுல இருந்து டிவி கொண்டு வந்து இந்த நாடு தெரியுது, அங்க கபடி விளையாடுறது தெரியுது, கிரிக்கெட் விளையாடுறது தெரியுதுன்னு சொன்னார்கள். വിദേശ രാജ്യത്ത് നിന്നും ടി വി കൊണ്ടുവന്ന് വെച്ചിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന കളികൾ അതിൽ കാണുവാൻ കഴിയുമെന്ന് പറഞ്ഞു. கொஞ்ச நாள்ல பார்த்தா ஒரு முதலமைச்சர் வந்தார், பஞ்சாயத்துக்கு ஒரு டிவி வாங்கி கொடுத்தார். അടുത്തത് പെട്ടെന്ന് തന്നെ ഒരു പ്രധാനമന്ത്രി വന്നിട്ട് ഒരു മുഖ്യമന്ത്രി വന്നിട്ട് ആ ദേശത്തുള്ള എല്ലാവർക്കും ടി വി വാങ്ങി കൊടുത്തു. பஞ்சாயத்துக்கு ஒரு டிவி, പഞ്ചായത്തിന് ഒരു ടി വി മേടിച്ചു കൊടുത്തു. அதற்கு பிறகு வாகனங்கள் எல்லாம் டிவி மாட்ட ஆரம்பிச்சிட்டாங்க. അതിനുശേഷം എല്ലാ വാഹനങ്ങളിലും ടി വി ഉപയോഗിക്കുവാൻ തുടങ്ങി. முதலமைச்சர் வந்தார், வீட்டுக்கு ஒரு டிவி வாங்கி கொடுத்தார். അടുത്ത ഒരു പ്രധാനമന്ത്രി വന്നു, എല്ലാ വീടിനും മേടിച്ചു ടി വി കൊടുത്തു. கொரோனா வந்த போது இப்ப எல்லாரும் நெட் கார்டு போட்டு பிள்ளைகளுக்கு கண்டிப்பாக கொடுக்க முடியாத, நாம கொடுக்காம இருந்த நம்ம கூட பிள்ளைகளுக்கு நெட் கார்டு போட்டு செல்போன் வாங்கி கொடுத்தாச்சு. കൊറോണയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും മൊബൈൽ നെറ്റ് സഹിതം ഉപയോഗിക്കുവാൻ നമ്മൾ ശീലിച്ചു. ஏனோக்கும் எலியாவையும் பார்க்கக்கூடிய நாட்கள் வரப்போகிற என்ற சத்தியம் நிறைவேறும்படியாக, தேவனுடைய வார்த்தை நிறைவேறும்படியாக இந்த சம்பவங்கள் நடந்தது. ഹാനോക്കിനെയും എലിയാവിനെയും കാണേണ്ടുന്നതിനത്രേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ നടന്നത്. இப்பொழுது இஸ்ரவேலில் நடக்கிற சம்பவங்கள், ஈரானில் நடக்கிற சம்பவங்கள் உடனே முழு உலகத்தில் இருக்கிற எல்லா பாஷைக்காரர்களும் பார்க்கிறார்கள். ഇസ്രായേലിലും ഇറാനിലും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യനും അപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കും. வேதவசனம் சத்தியம், ஒரு இருள் பூமியை மூட போகிறது. തിരുവചനം സത്യമാണ്, ഒരു അന്ധതമസ് ഭൂമിയെ മൂടുവാൻ പോകും. காரிருள் ஜனத்தை மூட போகிறது. കൂരിരുട്ട് ജനത്തെ മൂടും. கர்த்தருடைய கோபகலசம் சூரியன் மேலும் சந்திரன் மேலும் விழப்போகிறது. കർത്താവിന്റെ ക്രോധകലശം സൂര്യന്റെയും ചന്ദ്രന്റെയും മേൽ ഒഴിക്കപ്പെടും. நீங்கள் வெளிப்படுத்தல் 16ஆம் அதிகாரம் 8-9 வசனங்களில் அது வாசிக்கலாம். വെളിപ്പാട് പുസ്തകം 16ആം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ അത് കാണും. எழுத்துக்குரிய சந்திரனும் சூரியனும் மறைந்து விடும். എന്നാൽ അന്ന് അക്ഷരാർത്ഥമായുള്ള സൂര്യനും ചന്ദ്രനും അത് മാഞ്ഞു പോകും. நாம் எபிரேயர் 1ஆம் அதிகாரத்தில் வாசிக்கும் போது, എബ്രായർ 1ആം അധ്യായം വായിക്കുമ്പോൾ, வானத்தை ஆண்டவர் சிருஷ்டித்தார், வானத்தை ஆண்டவர் சிருஷ்டித்தார், ആകാശം ദൈവം സൃഷ്ടിച്ചു, வானத்தில் உள்ள எல்லாவற்றையும் அவர் சிருஷ்டித்தார், ആകാശത്തിലുള്ള സകലവും ദൈവം സൃഷ്ടിച്ചു. ஆனால் அதெல்லாம் மாறி போகும், എന്നാൽ അതെല്ലാം മാറിപ്പോകും. நீரோ மாறாதவராய் இருக்கிறீர். എന്നാൽ നീ ഒരിക്കലും മാറില്ല എന്ന് ஓ പറഞ്ഞു. அருமையானவர்களே, கர்த்தரே நம்மேல உதிக்க போகிறார். നമ്മുടെ കർത്താവ് തന്നെ നമ്മുടെ മേൽ ഉദിപ്പാൻ പോകുന്നു. எழுத்துக்குரிய இந்த சூரியன் மாறி போகும், അക്ഷരാർത്ഥമായുള്ള ഈ സൂര്യൻ മാറും, வானம் மடமட என்று அகன்று போகும், ആകാശം പെട്ടെന്ന് മാറിപ്പോകും, பூதங்கள் வெந்து உருகி போகும், ഈ ഭൂതങ്ങളെല്ലാം വെന്തുരുകി പോകും. ஆனால் கர்த்தரோ மாறாதவர். എന്നാൽ നമ്മുടെ കർത്താവ് അവൻ മാറില്ല. எத்தனை பேர் சொல்றீங்க கர்த்தர் மாறாதவர்? എത്ര പേർ പറയും എന്റെ കർത്താവ് മാറില്ല എന്ന്? அவருடைய வார்த்தை மாறாதது, അവന്റെ വാക്കുകൾക്ക് മാറ്റമില്ല എന്ന്. சொன்ன வார்த்தை மாறாதது, അവൻ പറഞ്ഞ വാക്കുകൾ മാറില്ല എന്ന്. வார்த்தை அப்படியே நிறைவேற போகிறது. അവന്റെ വാക്കുകൾ അങ്ങനെ തന്നെ നിറവേറുവാൻ പോകുന്നു. சூரியன் மேலே ஆண்டவருடைய கோபகலசம் ஊற்றப்படும். സൂര്യന്റെ മേൽ ദൈവത്തിന്റെ ക്രോധകലശം ഊറ്റപ്പെടും. பாருங்க, எல்லாம் சார்ஜபிள் കാർ ചാർജബിൾ ടൂ വീലർ വന്നു വിട്ടത്. ഇന്ന് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന കാറുകളും ടൂ വീലറുകളും വന്നതാണ്. എല്ലാ വാഹനങ്ങളും ചാർജറിൽ വന്നു, എല്ലാ വാഹനങ്ങളും അങ്ങനെ ചാർജ് ചെയ്യത്തക്ക വന്നു തുടങ്ങി. ഇപ്പോഴത് സെൽഫോൺ ചാർജർ, സൂര്യ ചാർജറിൽ വന്നു കൊണ്ടിരിക്കുന്നത്. സെൽഫോണൊക്കെ സോളാറിൽ ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. സോളാറിലെ വന്നു വിട്ടത്, എല്ലാം സോളാർ ഉപയോഗിക്കത്തക്ക രീതിയിലാണ്. സൂര്യനിലെ தேவனுடைய கோபகலசம் ஊற்றின உடனே, സൂര്യനിൽ ദൈവത്തിന്റെ ക്രോധകലശം ഊറ്റപ്പെടുമ്പോൾ കാർ അங்கங்கே நின்றோம், ആ കാറുകളൊക്കെ അവിടെ നിൽക്കും. ടൂ വീലർ അங்கங்கே நின்றோம், ടൂ വീലറുകളെല്ലാം അവിടെ നിൽക്കും. இந்த சோலார்ல இருக்கிற ஒன்றும் வேலையே செய்யாது. സോളാറിനാൽ പ്രവർത്തിക്കുന്നതൊന്നും പ്രവർത്തിക്കില്ല. அருமையானவர்களே, ஒரு இருள் பூமியை மூட போகிறது.
അതേ പ്രിയ ജനമേ, ഒരു അന്ധതമസ് ഈ ഭൂമിയെ മൂടാൻ പോകുന്നു. നീ என்ன செய்ய போகிறாய்? നീ എന്ത് ചെയ്യും? இந்த நீதியின் சூரியனை தரித்துக் கொள்ள வேண்டும். നീ ആ നീതിயின் സൂര്യനെ ധരിച്ചുകൊള്ളേ. இந்த நீதியின் சூரியனை தரிப்பதனுடைய அடுத்த பகுதி ஞான ஸ்நானத்தின் மூலமாக கிறிஸ்துவை நீதியின் சூரியனை நாம் தரிக்கிறோம். ഇതിന്റെ അടുത്തൊരു ഭാഗം ജലസ്നാനത്താൽ ഈ നീതിயின் സൂര്യനെ നാം ധരിക്കുന്നതത്രേ. அருமையான தேவனுடைய பிள்ளைகளே, இந்த சூரியன் உதிக்கும் போது மனிதனுக்குள்ள இருக்கிற துஷ்ட வல்லமைகள் ஓடிவிடும். ഈ നീതിயின் സൂര്യനെ ഒരുവൻ ധരിക്കുന്നത് നിമിത്തം അവന്റെ ജീവിതത്തിലുള്ള ദുഷ്ടശക്തികളെല്ലാം അകന്നുപോകും. 104 சங்கீதம் 22 வசனத்தில் வாசிக்கும் போது 104 സങ്കീർത്തനത്തിന്റെ 22 വാക്യം വായിക്കുമ്പോൾ சூரியன் உதிக்கும் போது துஷ்ட மிருகங்கள் எல்லாம் ஓடி ஓடி அங்க ஒளிச்சுக்கிடும். സൂര്യൻ ഉദിക്കുമ്പോൾ ദുഷ്ടമൃഗങ്ങളെല്ലാം ഓടിമറയും. இந்த சத்தியம் ஒரு மனிதனுடைய வாழ்க்கையில் ஞானஸ்நானத்தின் மூலமாக கிரியை செய்கிறது. ഇത് ഈ സത്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജലസ്നാനം എന്നുള്ള ഒരു സത്യത്താൽ നിറവേറ്റപ്പെടും. கிறிஸ்துவுக்குள்ள நாம் மரித்து அவரோடு அடக்கம் பண்ணப்பட்டு நாம் அவருடைய உயிர்த்தெழுதலின் சாயலிலே இணைக்கப்படுவதை காட்டுகிறது. ക്രിസ്തുവിൽ നാം മരിച്ച് അവന്റെ രൂപാന്തരത്തിന്റെ ശക്തിയാൽ ഒരു ഉയർപ്പ് പ്രാപിക്കുന്നതിനെ ഇത് കാണിക്കുന്നു. ரோமர் 6 அதிகாரம் 4 வசனத்தில் நாம் அதை வாசிக்கிறோம். റോമർ 6 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ നാം അത് കാണുന്നു. அவரோடு கூட அடக்கம் பண்ணப்பட்டு നാം അവനോടുകൂടെ അടക്കം ചെയ്യപ്പെട്ടു அவருடைய உயிர்த்தெழுதலின் சாயல்ல நாம் இணைக்கப்படுகிறோம். അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ ചേർക്കപ്പെടുന്നു. அப்பொழுது இந்த நம்முடைய பழைய துஷ்ட சுபாவங்கள் அழிக்கப்படுகிறது. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പഴയ ദുഷ്ട സ്വഭാവങ്ങളും മാറ്റപ്പെടും. യെശയ്യാ 2 அதிகாரம் 4 வசனத்திலே യെശയ്യാവ് 2 അധ്യായത്തിന്റെ 4 വാക്യം நமக்குள்ள இருந்த பட்டயங்களை எல்லாம் அறிவாளாக மாற்றி விடுகிறோம். നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പരിചയങ്ങളും അത് ഒരു വാളിന് തുല്യമാക്കി തീർക്കും. கர்த்தருடைய பரிசுத்த நாமத்திற்கு மகிமை உண்டாவதாக. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. முன்னே அநீதிக்கு பயன்படுத்தப்பட்ட ஆயுதங்கள் അധർമ്മത്തിനായി ഉപയോഗിച്ച ആയുധങ്ങൾ இப்பொழுது நீதியின் ஆயுதங்களாக மாற்றப்படுகிறது. ഇപ്പോൾ അത് നീതിயின் ആയുധമായി മാറ്റപ്പെടുന്നു. அவர்கள் இனி ஒன்றுக்கொன்று யுத்தம் பண்ணுவது இல்லை. ഇനി ഒന്നിനോടൊന്ന് യുദ്ധം ചെയ്യില്ല. பட்டயங்களை மண்வெட்டிகளாக அடித்தார்கள். വാളുകളൊക്കെ അത് മൺവെട്ടിക്ക് മാറ്റി. ஈட்டி அறிவாளாக மாற்றினார்கள். കുന്തം അത് അരിവാളാക്കി മാറ്റി. முன்னாடி மனுஷரை உபத்திரவப்படுத்தின ஆயுதங்கள் അത് ആദ്യം മനുഷ്യനെ ഉപദ്രവിച്ച ആയുധങ്ങളാണ്. இப்பொழுது கர்த்தருக்கு பிரியமான ஆயுதங்களாக மாறிவிட்டது. ഇത് ഇപ്പോൾ അത് കർത്താവിന് പ്രിയമുള്ളതായി മാറി. எனவே தான் ரோமர் 6 அதிகாரம் 19 வசனத்திலே ആകയാലാണ് റോമർ 6 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ நீதியின் ஆயுதங்களாய் இருந்தது, മുൻപിൽ അനീതിയുടെ ആയുധങ്ങളായിരുന്നത് இப்பொழுது நீதியின் ஆயுதங்களாக மாறிவிட்டது. ഇപ്പോൾ അത് നീതിயின் ആയുധങ്ങളായി തീർന്നു. இப்பொழுது யுத்தமில்லாத ஜீவியம், ഇപ്പോൾ ഒരു യുദ്ധമില്ലാത്തൊരു ஒரு ജീവിതം, சமாதானமுள்ள ஜீவியம், ഇപ്പോൾ ഒരു സമാധാനമുള്ളതായ ഒരു ജീവിതം, இளைப்பாறுதலான ஜீவியம், സ്വസ്ഥതയുള്ളതായ ഒരു ജീവിതം. இந்த சூரியன் உதிக்கும் போது ഈ സൂര്യൻ ഉദിക്കുമ്പോൾ துஷ்ட மிருகங்கள் எல்லாம் போய் ஒதுங்கி கொள்ளுகிறது. എല്ലാ ദുഷ്ട മൃഗങ്ങളും പോയി മറഞ്ഞു കളയും. ஒருவரை ஒருவர் கடித்து பட்சித்தவர்கள், ഒരുവരോട് കടിച്ചു ഭക്ഷിച്ചവരൊക്കെ சாட்சியிலே கேட்டீர்களே, സാക്ഷിയിൽ കേട്ടല്ലോ. கடித்து பட்சித்த மனிதன், കടിച്ച് ഭക്ഷിച്ച മനുഷ്യൻ, எத்தனையோ பேரை அழித்த மனிதன், എത്രയോ പേരെ നശിപ്പിച്ചൊരു മനുഷ്യൻ. இப்பொழுது சூரியன் உதித்த போது ഒരു സൂര്യൻ ഉദിച്ചപ്പോൾ தேவனுடைய பிள்ளைகளே, அந்த துஷ்ட மிருகங்கள் ஒதுங்கி விட்டது. ദൈവ പൈതങ്ങളെ, ആ ദുഷ്ടശക്തികളൊക്കെ മാറിപ്പോയി. ஹல்லேலூயா. ഹല്ലേലൂയ. 104 சங்கீதம் 22 வசனம். 104 സങ്കീർത്തനത്തിന്റെ 22 വാക്യം. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്നു കിടക്കുന്നു. சூரியன் உதிக்கையில் அவைகள் ஒதுங்கி தங்கள் தாபரங்களில் படுத்துக்கொள்ளும். பாருங்கள், சூரியன் உதித்து விட்டது. നോക്കുക, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. எப்பொழுது உதித்தது? എപ്പോൾ ഉദിച്ചു? நாம் மரித்து அவரோடு கூட நாம் உயிர்த்தெழுதலில் இணைக்கப்படும் போது, നാം മരിച്ച് അവനോടുകൂടെ ഒരു പുനരുത്ഥാനത്തിൽ എടുക്കപ്പെടുമ്പോൾ. இது கர்த்தரோடு பண்ணுகிற உடன்படிக்கையை காட்டுகிறது. ഇത് ദൈവവും തമ്മിലുള്ളതായ ഒരു ഉടമ്പടിയായി കാണുവാൻ எனவே കഴിയും. தான் எசேக்கியேல் 34 அதிகாரம் 25 வசனத்திலே യെഹെസ്കേൽ 34ന്റെ 25 വാക്യത്തിൽ தேவன் சொல்லுகிறார், உடன்படிக்கை பண்ணும்போது ദൈവം പറയുന്ന ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ நான் எல்லா துஷ்ட மிருகங்களையும் அழிப்பேன், ഞാൻ എല്ലാ ദുഷ്ടമൃഗങ്ങളെയും നശിപ്പിക്കും. காடுகளிலே வனாந்தரத்திலேயும் கூட இளைப்பாறுதலா இருக்க முடியும். കാടുകളിലും വനങ്ങളിലൊക്കെയും ഒരു സ്വസ്ഥതയുണ്ടാകും. நீ காடுகள்ல இருந்தாலும் சரி, ഈ ഏത് കാടുകളിലായിരുന്നാലും நீ ശരി, வனாந்தரத்தில் இருந்தாலும் சரி, ഒരു വനഭൂമിയിലായിരുന്നാലും நீ ശരി, உடன்படிக்கை பண்ணும்போது துஷ்ட மிருகம் அழிந்து போகும். ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ എല്ലാ ദുഷ്ടമൃഗങ്ങളും നശിച്ചു പോകും. எசேக்கியேல் 34:25. ഞാൻ അവയോട് ഒരു സമാധാന നിയമം ചെയ്തു, ദുഷ്ടമൃഗങ്ങളെ ദേശത്ത് നിന്ന് നീക്കിക്കളയും. അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും. ഹല്ലേലൂയ. ஒரு இளைப்பாறுதலுள்ள வாழ்க்கை உண்டாகிறது. ഒരു സ്വസ്ഥതയുള്ള ഒരു ജീവിതം ഉണ്ടാകും. அருமையான தேவனுடைய பிள்ளைகளே, പ്രിയ ദൈവജനമേ, யாராயிலும் ஞானஸ்நானம் இதுவரையும் பெற்றுக் கொள்ளாமல் இருந்தால், ആരെങ്കിലും ജലസ്നാനം എടുക്കാത്തവരുണ്ടെങ്കിൽ, ஞானஸ்நானம் பெற்றும்
நீ நீதியின் சூரியனை தரித்துக் கொள்ளாத ஒரு நபராய் துஷ்ட சுபாவத்துக்கு அடிமைப்பட்டிருந்தால், ജലസ്നാനം പ്രാപിച്ചും ഈ നീതിயின் സൂര്യനെ ധരിക്കാത്ത ഒരു മനുഷ്യനായി നീ ജീവിച്ചിരുന്നാൽ, அந்த பெரிய இருளுக்கு, அந்த பயங்கரமான உத்தரவத்துக்கு தப்புவிக்கப்பட வேண்டுமானால் இன்றைக்கே உன்னுடைய வாழ்க்கையை சீர்திருத்திக் கொள். നിന്റെ ജീവിതത്തിലെ അന്ധതമസ്സിന് വലിയൊരു ബാധയിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഇന്ന് തന്നെ നീ നിന്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊള്ളണം. കൂട്ടത്തിலேயே ஞானஸ்நானத்தை பெற்றுக்கொள். ഇന്ന് നീ കുടിവരവുകളാൽ തന്നെ ഒരു ജലസ്നാനം പ്രാപിച്ചുകൊള്ളണം. துஷ்ட சுபாவத்தை இனிமேல் கிரியை செய்யாதபடி നീ ഒരു ഉടമ്പടിക്കൈ ചെയ്തുകൊள். നിന്റെ ദുഷ്ട സ്വഭാവം ഇനി നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തതുപോലെ ഒരു നിയമം, ഒരു ഉടമ്പടി ചെയ്തുകൊള്ളുക. നേരമില്ലാത്തപടിയാൽ ഞാൻ ചുരുക്കமாக சொல்லிக் கொண்டு போகிறேன். സമയ ചുരുക്ക നിമിത്തം ഞാൻ വാക്കുകളെ ചുരുക്കി പറയാം. அருமையான தேவனுடைய பிள்ளைகளே, எனவே தான் வெளிப்படுத்தல் 12ஆம் அதிகாரத்திலே ஒரு ஸ்திரீ സൂര്യനെ അണിந்திருந்தாள். ആകയാലാണ് വെളിപ്പാട് 12ആം അധ്യായത്തിൽ ഒരു സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ കാണുന്നു. அன்றைக்கு எப்படி சூரியன் நின்று ஒரு ஜெயத்தை தம்முடைய ஜனத்துக்கு கொடுத்ததோ அதுபோல சூரியனை அணிந்திருந்த ஸ்திரீயிலிருந்து ஒரு ஜெயம் கொண்ட ஆண் பிள்ளையை ஆண்டவர் கொண்டு வருகிறார். അന്നങ്ങനെ ഒരു സൂര്യൻ നിന്നുവോ ഇന്ന് ഒരു സൂര്യനെ ധരിച്ച ഒരു സ്ത്രീ ഒരു ജയം കൊണ്ട ആൺകുഞ്ഞിനെ നമുക്കായി നൽകി തരുന്നു. അവൾ സൂര്യനിലെ ധരിത്തുകൊണ്ട് ചന്ദ്രൻ മേലെ നിന്നുകൊണ്ടേ இருந்தாள். അവൾ സൂര്യനെ ധരിച്ച് ചന്ദ്രന്റെ മേൽ നിന്നിരുന്നു. ഉൻ സൂര്യൻ അസ്തമിക്ക കൂടാതെ, ഉൻ ചന്ദ്രൻ മറയ കൂടാതെ. നിന്റെ സൂര്യൻ അസ്തമിക്കയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയില്ല. ചന്ദ്രൻ ദേവന്റെ കൃപയെ കാട്ടുகிறது. ചന്ദ്രൻ എന്നത് ദൈവത്തിന്റെ കൃപയെ അത് സൂചിപ്പിക്കുന്നു. താഴ്മയുള്ളവർക്ക് ദേവൻ കൃപ അളിக்கிறார். താഴ്മയുള്ളവന് ദൈവം കൃപ നൽകുന്നു. കടൈസി നാളുകളിൽ താഴ്മയോട് கிருபையை பெற்றுக்கொண்டு தேவனுடைய பிள்ளைகளே സൂര്യനെ അണിந்து ജീവിക്ക വേണ്ടു. ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് സൂര്യനെ ധരിച്ചവനായി അണിഞ്ഞവനായി ജീവിക്കണം. നീ സൂര്യനെ അണിയ വേണ്ടുമാനാൽ, നീ സൂര്യനെ ധരിക്കണമെങ്കിൽ ഭൂമിയിലെ ഇരുന്നാൽ പോരാതെ, ഈ ഭൂമിയിൽ ഇരുന്നാൽ പോരാ. ഭൂമിയിലെ സൂര്യനെ അണിയ முடியாது. ഈ ഭൂമിയിൽ സൂര്യനെ ധരിപ്പാൻ കഴിയില്ല. വാനത്തുക്കുரிய ഒരു നബരാக മാറ வேண்டும். നീ സ്വർഗീയനായി മാറണം. നീ ഭൂമിക്കുரிய ഒരു നബരായി இருந்தால், നീ ഭൂമിക്കുള്ള ഒരുവനാണെങ്കിൽ സൂര്യനെ അണിയ முடியாது. ആ സൂര്യനെ ധരിപ്പാൻ കഴിയില്ല. വാനത്തുക്കുரிய ഒരു നബരായി இருந்தால் தான் സൂര്യനെ അണിയ முடியும். നീ ഒരു സ്വർഗീയനാണെങ്കിൽ മാത്രമേ ആ സൂര്യനെ ധരിപ്പാൻ കഴിയൂ. സ്ത്രീ വാനത്തിലെ സൂര്യനെ അണിந்திருந்தாள். അവൾ സ്വർഗത്തിൽ സൂര്യനെ ധരിച്ചിരുന്നു. അവൾ ചന്ദ്രനും കൂടെ അവളുടെ പാദത്തിൻ കീഴേ ഇരുന്നത്. ചന്ദ്രനും അവൾ കാൽ കീഴിലുണ്ടായിരുന്നു. അവൾ തലയിൻ മേൽ 12 നക്ഷത്രങ്ങൾ ഇരുന്നത്. അവളുടെ തലമേൽ 12 നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോസ്തല ഉപദേശത്തുക്കുള്ളേ, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ இந்த நீதியின் சூரியனாகிய கிறிஸ்துவை தரித்துக்கொண்டு, ഈ നീതിயின் സൂര്യനായ ക്രിസ്തുവിനെ ധരിച്ച് கிருபையின் மேலே நின்று கொண்டிருந்தவள், കൃപയോട് ചേർന്ന് നിന്നവൾ ജയം കൊണ്ട് ആൺപിള്ളയെ പെറ്റാள். ജയം കൊണ്ട് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അവളുടെ ദുഃഖനാൾ മുടിഞ്ഞു വിട്ടത്. അവളുടെ ദുഃഖകാലം നീങ്ങിപ്പോയി. അവളുടെ കലക്കങ്ങൾ നീങ്ങിവിട്ടത്. അവളുടെ കലക്കങ്ങളെല്ലാം അകന്നുപോയി. അവളുടെ வாழ்க்கை വിശേഷമായി മാറ്റപ്പെട്ടു വിട്ടത്. അവന്റെ ജീവിതം ഒരു പ്രത്യേകതയുള്ളതായി മാറി. അരുமையான தேவனுடைய பிள்ளையே, പ്രിയ ദൈവ പൈതലേ, இந்த பூமியில் அந்த சூரியனை தரித்திருக்கிற ஆனா விசேஷங்களை அனுபவிக்க வேண்டும். ഈ ഭൂമിയിൽ ആ സൂര്യനെ ധരിച്ച് ആ ശ്രേഷ്ഠത അനുഭവിക്കണം. യാക്കോബ് 1-ാം അധ്യായം 11-ാം വചനത്തിലെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം, இந்த சூரியன் உதிக்கிற இடத்திலே, ഈ സൂര്യൻ ഉദിക്കുന്നിടത്ത് புல் உலர்ந்து போய்விடும். ഒരു പുല്ലുകളെല്ലാം ഉണങ്ങിപ്പോകും. பூ உதிர்ந்து போய்விடும். പൂവുകളെല്ലാം ഉതിർന്നു പോകും. யாக்கோபு 1:11 வாசிக்கிறோம். യാക്കോബ് 1:11 വായിക്കുന്നു. அருமையானவர்களே, இந்த புல்லும் பூவும் எதை காட்டுகிறது? പുല്ലും പൂവും എന്തിനെ സൂചിപ്പിക്കുന്നു? 1 பேதுரு 1-ാം അധ്യായം 24-ാം വചനത്തിലെ, 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, 1 പേതുരു 1:24 1 പത്രോസ് 1:24 மாம்சமெல்லாம் புல்லை போலவும் സകല ജഡവും പുല്ല് പോലെയും அந்த பூ மனுஷனுடைய மகிமையாக இருக்கிறது. അതിന്റെ പുല്ലിന്റെ ഭംഗിയെല്ലാം അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. அருமையான தேவனுடைய பிள்ளைகளே, പ്രിയ ദൈവ പൈതലേ, தேவனுடைய பிள்ளைகள் இந்த உலகத்துக்கு ஒத்தபடி, இந்த உலகத்துக்கு ஏற்ற ஒரு ஜீவியம் செய்யும்படியாக அழைக்கப்பட்டவர்கள் அல்ல. ഈ ദൈവജനങ്ങളൊക്കെയും ഈ ലോകത്തിനേറ്റ ഒരു ജീവിതം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരല്ല. மாம்சீக ஜீவியம் ஜீவிக்கும்படியாக அல்ல. ജഡികമായ ഒരു ജീവിതം ചെയ്യുവാനല്ല. உலக மகிமைக்குள் அகப்பட்டு ஜீவிக்கும்படியாக அல்ல. ലോകത്തിന്റെ മഹത്വത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടല്ല. உலக ആഡംബരങ്ങൾ എല്ലാം പാതാളത്തിൽ തള്ളിട്ട് പോകും. ലോകാഡംബരങ്ങളൊക്കെ പാതാളത്തിൽ എറിഞ്ഞു കളയപ്പെടും. അവരുടെ പോർവൈ പുഴുക്കളത്രേ നിന്റെ പുതപ്പ്. അവരുടെ പടുക്കൈ പൂച്ചിயாக മാറപ്പോകുന്നത്. കിടക്ക അത് പ്രാണികളായിരിക്കും. ஆனால் இன்றைக்கு இந்த சூரிய வெளிச்சத்திலே, എന്നാൽ ഈ സൂര്യപ്രകാശത്തിൽ മാംസத்தை சுட்டரித்து, നിന്റെ ജഡത്തെ ചുട്ടരിച്ച്, பூவு அந்த உலக மகிமையை விட்டு, പൂവായ ലോകത്തിന്റെ അനുഭവങ്ങളെ വിട്ട്, அந்த சூரியனுடைய மகிமையை நாம் தரித்துக் கொண்டிருந்தால், ആ സൂര്യന്റെ തേജസ്സിനെ നീ ധരിച്ചാൽ,
தேவனுடைய பிள்ளையை ஒரு ஜெயம் கொண்ட ஆண் பிள்ளையை பெற்றெடுக்க முடியும். ഒരു ജയം പ്രാപിച്ച ഒരു ആൺകുഞ്ഞിനെ നിനക്ക് പ്രസവിച്ചെടുക്കാൻ കഴിയും. நீ மாற முடியும். ഒരു ജയാളിയായി നിനക്ക് മാറുവാൻ കഴിയും. விசுவாசிக்கிறவர்கள் எத்தனை பேர்? വിശ്വസിക്കുന്നവർ നിങ്ങൾ എത്ര പേർ? அன்றைக்கு சூரியனை கொடுத்து ஜெயத்தை கொடுத்த ஆண்டவர், അന്ന് സൂര്യനെ നൽകി ജയം കൽപ്പിച്ചവൻ, இன்றைக்கு இந்த நீதியின் சூரியனை தரித்திருக்கிற நமக்கு ഇന്ന് ഈ നീതിயின் സൂര്യനെ ധരിച്ച നമുക്ക് ஜெயம் கொண்ட ஆண் பிள்ளையாய் ஆண்டவராகிய இயேசு வரும்போது எடுத்துக்கொள்ளப்பட போகிறோம். ഒരു ജയം കൊണ്ട് ആൺമകനായി യേശു വരുമ്പോൾ അവനോടൊപ്പം എടുത്തുകൊള്ളപ്പെടും. நம்முடைய பரிசுத்தத்தை காத்துக்கொள்வோமாக. നമ്മുടെ വിശുദ്ധിയെ നാം സൂക്ഷിക്കാം. அருமையான தேவனுடைய பிள்ளைகளே, പ്രിയ ദൈവ പൈതങ്ങളെ, சூரியன் உதிக்கிறதுனாலே ഈ സൂര്യൻ ഉദിക്കുന്നത് കൊണ്ട് மனிதனுடைய வாழ்க்கையிலே அருமையான கனி உண்டாகிறது. മനുഷ്യന്റെ ജീവിതത്തിൽ ഭംഗിയുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു. உபாகமம் 33 அதிகாரம், உபாகமம் ആവർത്തന പുസ്തകം 33 14 வசனத்தில் வாசிக்கும் போது 14 വാക്യം വായിക്കുമ്പോൾ அருமையான தேவனுடைய பிள்ளைகளே, சூரியன் கனியை பக்குவப்படுத்துகிறது. സൂര്യൻ ഫലത്തെ പുറപ്പെടുവിക്കുന്നു. സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും. சூரியன் பக்குவப்படுத்தும் அருமையான கனிகளினாலும் சந்திரன் பக்குவப்படுத்தும் அருமையான பலன்களினாலும். பாருங்கள், சூரியன் பக்குவப்படுத்துகிறது. നോക്കുക, സൂര്യൻ അവിടെ ഒരുക്കുന്നു, அருமையான கனியாக மாற்றுகிறது. നല്ല ഫലങ്ങളെ അത് പുറപ്പെടുവിക്കുന്നു. இந்த சூரியன் எதுக்காக உதிக்கிறார்? ഈ സൂര്യൻ എന്തിനായി അത് ഉദിക്കുന്നു? அருமையான தேவனுடைய பிள்ளைகளே, நம்மை அருமையான கனியாக மாற்றும்படியாக നാം നല്ല ഒരു ഫലമായി മാറേണ്ടത്. சீக்கிரம் வரப்போகிறார். യേശു വേഗം വരാറായി. இந்த கனியிலே பூச்சி இருக்க கூடாது. ഈ ഫലത്തിൽ ഒരിക്കലും ഒരു കീടമുണ്ടാകരുത്, புழு இருக்க கூடாது, പുഴുക്കൾ ഉണ്ടാകരുത്. இது சரியாக பக்குவப்படாமல் இருக்க கூடாது. ഇത് ശരിയായ ഒരു വിളവിലെത്താത്തതായി തീരരുത്. வரும்போது യേശു വരുമ്പോൾ அருமையான கனியை புசிக்க வேண்டும். ഈ നല്ല ഫലം ഭുജിക്കുവാനിട വരണം. கனியை புசிக்க வேண்டும். ഈ ഫലം ഭുജിക്കുവാനിട വരണം. கனி இல்லாத ஒரு நபராய் காணப்படக்கூடாது. ഒരു ഫലമറ്റ മനുഷ്യനായി മാറരുത്. ஆண்டவர் புசிக்க கனி இல்லாமல் சபிக்க கூடாது. ദൈവത്തിന് അത് ഭക്ഷിപ്പാനില്ലാത്ത ഒരു ശാപതീഴവായി മാറരുത്. ஆண்டவர் கனி கொடுக்க விரும்புகிறார். കർത്താവ് ഒരു ഫലം കായ്ക്കത്തക്കവണ്ണമുള്ളവനാക്കി തീർക്കുവാൻ பிள்ளைகளே, പ്രിയ ദൈവജനമേ, சூரியனை பார்த்து கொண்டே இருக்கிற மனுஷன், ഈ സൂര്യനെ നോക്കിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യൻ அவர்களும் சூரியனை போல மாறிவிடுவார்கள். ഒരിക്കൽ അവർ സൂര്യനെ പോലെ മാറും. அவர் அவரை போல மாற்றும்படியாக இந்த பூமிக்கு வந்தார். അവൻ അവരെ പോലെ മാറ്റുവാൻ ഈ ഭൂമിയിൽ താൻ വന്നു. உன்னத பாட்டின் புத்தகம் 6 அதிகாரம் 10 வசனத்திலே ഉത്തമഗീതം 6 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ மணவாட்டியை பார்த்து சொல்லுகிறார், മണവാട്ടിയെ നോക്കി പറയുന്നു, அருணோதயம் போல உதிக்கிற இவள் யார்? ഉദയസൂര്യന് തുല്യനായവളയാർ? അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോർ ഇവൾ ആർ? சந்திரனை போல் அழகும் சூரியனை போல் பிரகாசமும் கொடிகள் பறக்கும் படையை போல் கெடியும் உள்ளவளாய் அருணோதயம் போல் உதிக்கிற இவள் ஹல்லேலூயா, ഹല്ലേലൂയ. இயேசுவை போலே மாற்றப்படுகிறார். യേശുവിനെ പോലെ നാം മാറ്റപ്പെടും. அருமையான தேவனுடைய பிள்ளை யாக்கோபு இந்த பூமியில் இருக்கும்போது, പ്രിയ ദൈവജനമേ, യാക്കോബ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ஆடுகள் மேய்க்கும் போது അവൻ ആടുകളെ മേയ്ക്കുമ്പോൾ புன்னை மரத்து கொம்புகளையும், புன்னை மர கொம்புகள், പുന്നമരത്തിന്റെ കൊമ്പുകൾ, வாதுமை மர கொம்புகளை எல்லாம் വാഗമരത്തിന്റെ കൊമ്പുകളൊക്കെയും அப்படியே அவன் புள்ளி புள்ளியாக மாற்றினான். അതിനെ പുള്ളി പുള്ളിയായി അതിനെ മാറ്റി ஆடுகளுக்கு முன்னாக வைத்தான். ആടുകളുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു. தண்ணி குடிக்கிற இடத்துல வைத்தான். അത് വെള്ളം കുടിക്കുന്നിടത്ത് ஆடுகள் കൊണ്ടുവന്നു. அதை பார்த்து கொண்டே இருக்க ഈ வேண்டும். ആടുകൾ അതിനെ കണ്ടുകൊണ്ടേയിരിക്കും. காலங்கள் வந்தபோது ഓരോ കാലം അടുത്തപ്പോൾ அந்த ஆடுகள் எல்லாம் புள்ளி உள்ள குட்டிகளை போட்டது. ആടുകളൊക്കെയും പുള്ളിയുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. பாருங்கள், சூரியனை பார்த்து கொண்டே இருந்தால், നോക്കുക, സൂര്യനെ നോക്കിക്കൊണ്ടേ നാം ആയിരുന്നാൽ, ஜீவித்தால், കൃപയിൽ നാം ജീവിച്ചാൽ ஒரு நாள் சூரியனை போல மாற்றப்பட போகிறோம். നാം ഒരിക്കൽ ആ സൂര്യനെ പോലെ മാറുവാനിട വരും. கண்களை மூடுவோம். നമ്മുടെ കണ്ണുകൾ അടയ്ക്കും. உங்களில் எத்தனை பேர் அருமையான தேவனுடைய பிள்ளைகளே வருகிற இந்த ராக்காலத்துக்கு தப்ப வேண்டும் என்று விரும்புகிறீர்கள்? നിങ്ങൾ എത്ര പേർ വരുന്ന ഈ അന്ധതമസ്സിന് വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കും? அவர்கள் உங்களுடைய கண்களை மூடி முழங்கால்கள் மடக்குங்கள். നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മുഴങ്കാൽ മേലിരുന്നാട്ട്. மற்றவர்கள் முடியாதவர்கள் எழும்பி தேவ சமூகத்தில் நின்று ஆண்டவருடைய முகத்தை பாருங்கள். മുഴങ്കാൽ മേൽ നിൽപ്പാൻ കഴിയാത്തവർ എഴുന്നേറ്റ് നിന്ന് ദൈവ സാന്നിധ്യത്തെ കണ്ടാൽ. இயலாதவர் வேண்டாம், പറ്റാത്തവർക്ക് ஆனால் இப்பொழுது ஒரு அற்புதம் நடக்க போகிறது. ഇന്ന് ഒരു അത്ഭുതം നടക്കുവാൻ പോകുന്നു. அந்த சாதாரண ஆடுகளுக்குள்ள தேவன் அப்படி செய்தார். ഒരു ആടുകൾക്കിടയിൽ ദൈവം അത് ചെയ്തെങ്കിൽ உனக்குள்ள எனக்குள்ளும் ஆண்டவரை பார்த்து கொண்டிருக்கிற நமக்கு அவரை போல நம்மை மாற்ற போகிறார். നിന്നിലും എന്നിലും തന്റെ മുഖത്തേക്ക് നോക്കുന്ന നമ്മിൽ നമ്മെ പോലെ നമ്മെ മാറ്റുവാൻ പോകുന്നു. பிதாவுடைய ராஜ்யத்தில் சூரியனை போல பிரகாசிக்கிற ஒரு நபராக மாற்ற போகிறார். പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരുവനായി മാറ്റാൻ പോകുന്നു. துக்கம் இல்லை, ഇനി ദുഃഖം എന്നതില്ല, இனி அலறுதல் இல்லை, ഇനി മുറവിളിയില്ല,
இனி பசி இல்லை, ഇനി വിശപ്പില്ല, இனி தாகம் இல்லை, ഇനി ദാഹമില്ല, இனி வியாதி இல்லை, ഇനി രോഗമില്ല, இனி வேதனை இல்லை. ഇനി വേദന എന്നതില്ല. அருமையான தேவனுடைய பிள்ளைகளே, പ്രിയ ദൈവ പൈതലേ, வசனத்தை கேட்ட யாவர் மேல பரிசுத்த ஆவியானவர் இறங்கி கொண்டிருக்கிறார். വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുവാൻ പോകുന്നു. நீ வரப்போகிற இருளுக்கு தப்பக்கூடிய நபராய் இருந்தால், വരുന്ന അന്ധതമസ്സിന് രക്ഷ പ്രാപിക്കുന്ന ഒരുവനായിരുന്നാൽ நிச்சயமா இப்பொழுதே பரிசுத்த ஆவியானவர் உனக்குள் இறங்குவார். നിശ്ചയമായും പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ നിന്റെ മേലിറങ്ങും. அந்நிய பாஷையில பேச ஆரம்பிப்பாய், നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങുക, கைகளை தட்ட ஆரம்பிப்பாய், നിങ്ങൾ കൈകൾ അടിച്ചു തുടങ്ങിയാട്ടെ, ஆண்டவரோடு உறவாட ஆரம்பிப்பாய். നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചു തുടങ്ങിയാട്ടെ, அந்தகாரங்கள் நீங்குகிறது, നിങ്ങളുടെ അന്ധകാരങ്ങൾ നീങ്ങും, சூரியனுடைய வெளிச்சம் பாய்கிறது, ഒരു സൂര്യപ്രകാശം നിന്റെ മേൽ உன்னுடைய വരും, துக்க நாட்கள் முடிகிறது, നിന്റെ ദുഃഖകാലം നീങ്ങും, பாடி பறந்து போக നമ്മൾ പാടി പറന്നു പോകാൻ പോകുന്നു, இயேசு வரப்போகிறார். നമ്മുടെ യേശു വരാൻ പോകുന്നു. நாம் பரிசுத்தத்தை காத்துக்கொண்டு ஜீவிப்போம், നമ്മുടെ വിശുദ്ധിയെ കാത്തുകൊണ്ട് ജീവിക്കാം, சூரியனை அணிந்து ஜீவிப்போம், സൂര്യനെ അണിഞ്ഞുകൊണ്ട് ജീവിക്കാം, சந்திரனிலே ஜீவிப்போம், சந்திரனிலே ஜீவிப்போம், ചന്ദ്രനായി ജീവിക്കാം, அவரை போல மாறுவோம். അതേപോലെ നമുക്ക് മാറാം. அவர் வரப்போகிறார். ഇതാ അവൻ വരാൻ പോകുന്നു, இருள் பூமியை மூட போகிறது, ഇരുൾ ഭൂമിയെ മൂടും, காரில் ஜனத்தை மூட போகிறது, അന്ധതമസ്സ് ജനത്തെ മൂടും, கர்த்தர் நம்ம மேல உதிக்க போகிறார். കർത്താവ് നമ്മുടെ മേൽ ഉദിപ്പാൻ പോകുന്നു. சூரியன் இனி அஸ்தமிப்பது இல்லை, ഇനി സൂര്യൻ അസ്തമിക്കില്ല, சந்திரன் மறைவது இல்லை, ചന്ദ്രൻ ഇനി മറയുകയില്ല, கர்த்தரே நித்திய வெளிச்சமாயிருப்பார். കർത്താവ് അതിന് നിത്യ துக்க വെളിച്ചമായിരിക്കും. நாட்கள் முடிந்து போகும், നിന്റെ ദുഃഖകാലം നീങ്ങിപ്പോകും, துக்க நாட்கள் முடிந்து போகும், നിന്റെ ദുഃഖകാലം മാറിപ്പോകും, துக்க நாட்கள் முடிந்து போகும். നിന്റെ ദുഃഖകാലം മാറിപ്പോകും. தேவனுடைய அன்பினால் நிரப்பப்படுவாயாக. ദൈവ സ്നേഹത്താൽ നിറഞ്ഞാടും, துக்க நாட்கள் முடிந்து போகும். നിന്റെ ദുഃഖകാലം നീങ്ങിപ്പോകട്ടെ. இயேசு சீக்கிரம் வரப்போகிறார், നമ്മുടെ യേശു വേഗം വരാറായി, சீக்கிரம் வரப்போகிறார். നമ്മുടെ യേശു വേഗം വരാറായി. அவரை சந்திக்க ஆயத்தப்படுவோம். അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. இருள், காரிருள், திகில் நீங்கி சந்தோஷப்படுவோம். എല്ലാ ഭീതിയും അന്ധതമസ്സും നീങ്ങി നീ സന്തോഷിച്ചാട്ടെ. கர்த்தர் தாமே நமக்கு உதவி செய்வாரா. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.